സ്ഥലം പറയണം. ഈ സ്ഥലം മറന്നു പറഞ്ഞേ. ഒരിക്കലും ഈ ലാംബത്ത് എന്ന് പറയുന്നത് ലണ്ടൻ നഗരത്തിൽ ഏറ്റവും താമസിക്കുന്ന സ്ഥലമായിരിക്കോ? ഞാൻ പറഞ്ഞ സ്ഥലം എന്താ ലാംബത്ത്. അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ നടന്നു. ഇത് സെപ്പുവർ നൈബർഹുഡ്, ഒരുപാട് പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. സെക്രട്ടറി ഈ കുട്ടി പറയാട്ടോ, നടന്ന് പോകാമല്ലോ, നടന്നിങ്ങനെ പോകുന്നതിന് പിന്നെ കുട്ടിയുടെ ഡയലോഗാണ്, ഞാൻ എന്നെങ്കിലും ഒരു സെക്രട്ടറി ആയാൽ സെക്രട്ടറി ഐ ഷാൽ ടേക്ക് മദർ അവേ ഫ്രം ഹിയർ. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ആദ്യം അമ്മയെ പഠിപ്പിക്കുന്നതായിരിക്കും. ആദ്യത്തെ റെഫറൻസ് കൊടുക്കുക എന്തിനായിരിക്കും? എന്റെ അമ്മ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടും. മനസ്സിലായോ? അപ്പൊ വീണ്ടും ഹ്യൂമൻ റിലേഷൻഷിപ്പ് എല്ലാം കാണുന്നത്. അപ്പൊ നമുക്ക് അവിടെ കാറ്റസ്കേറ്റ് ചെയ്താൽ ഷീ ലവ്സ് ഹർ മദർ വെരി മച്ച് ഒരു സെന്റൻസ് നമുക്ക് അവിടെ കിട്ടുക. അല്ലാതെ കാറ്റസ്കേറ്റ് നിങ്ങൾ ഒരു പ്രത്യേക പാരഗ്രാഫിൽ കാണുന്നതായിരിക്കണ്ടേ ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവില്ല. ഷീ ലവ്സ് ഹർ മദർ വെരി മച്ച് എന്ന് പറയുന്നതിന്റെ തെളിവ് ജസ്റ്റിഫിക്കേഷൻ എന്താണ്? ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലേ, എന്തെങ്കിലും ഞാൻ കമ്പനി സെക്രട്ടറി ആയാലും ഞാൻ ആദ്യം എന്റെ അമ്മയെ കൊണ്ട് രക്ഷപ്പെടുത്തി നല്ലൊരു സെറ്റപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റാനായിരിക്കും ഞാൻ ആദ്യത്തെ പ്രിഫറൻസ്. എന്താണ് പറയാ? പ്രിഫറൻസ് പ്രാമുഖ്യം കൊടുക്കുക. So I shall make my mother away from here. Did your father call you Maggie or Maxi? അല്ല, പിന്നെ അച്ഛൻ എന്താ പറ്റിയ മാഗി എന്നാണോ മാക്സി എന്നാണോ? When she was very affectionate, വല്ലാതെ സ്നേഹം വരുമ്പോ എന്നെ മാക്സി എന്നാണ്. അതെങ്ങനെ മനസ്സിലായി? ചോദിച്ചാണ് നമ്മളെ ആരെയും അറിയിച്ചത്. പക്ഷെ ഇത് കേട്ട സമയത്ത് കേട്ടാണ് ശരിക്കും ഈ കുട്ടിന്റെ പ്രായം 13-14 വയസ്സാണ്. അപ്പൊ കുട്ടിക്ക് എന്തൊരു കാര്യം കേട്ടാൽ അതിലൊക്കെ ഭയങ്കര അത്ഭുതമുള്ള ഒരു പ്രായമാണ്, ക്യൂരിയോസിറ്റിന്റെ ടൈമാണ്. അപ്പൊ അതെന്താ മനസ്സിലായി? എന്നോട് വളരെ ഇഷ്ടപ്പെടുമ്പോ മാക്സിൻ അപ്പോഴാണ് നമ്മുടെ ഐ ആൻസേർഡ് മിഷീൻ. കണ്ണവനെ മറച്ചിട്ട് കണ്ണവനെ വിളിച്ച് ഞാൻ പറഞ്ഞു, വി ആർ ഇന്ത്യൻസ്, ഞങ്ങളെ ഇന്ത്യക്കാരാണ്. You know, we know about the future and all kind of match. ഞങ്ങൾക്ക് വരാൻ പോകുന്നത് എല്ലാ മാച്ചും പറയാം. അത് എന്നാ ഞാനും കേട്ടു. കേട്ടിട്ടില്ലേ? What have you heard? നീ എന്താ കേട്ടത്? I have heard that there are many people in India who have occult power. ഒരുപാട് മാനസിക ശക്തിയുള്ള ഇന്ത്യയിൽ ഞാൻ കേട്ടു. Occult powers. എന്താ പറയാ? They are called yogis. അവരെ നിങ്ങൾ യോഗിമാരെന്നല്ല വിളിക്കുന്നത്. ശരിയല്ല? അവരെ നിങ്ങൾ എന്തല്ലേ വിളിക്കാറേ? യോഗി നല്ല വിളിച്ച്. But you are not a yogi. പക്ഷെ നിങ്ങൾ കാര്യം ചെയ്യണ്ട, നിങ്ങളൊരു യോഗിയല്ല. ഇപ്പൊ മനസ്സിലായ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ അല്ലേ? യോഗിമാരെന്തേ കഴിക്കലോ? മനസ്സിലാക്കി. പക്ഷെ നിങ്ങൾ വല്ലാതെ കളിക്കണ്ട, നിങ്ങളൊരു യോഗിയാണ്. How do you know that I am not a yogi? Yogis do not eat meat. യോഗി എങ്ങനെ റോസം കഴിക്കില്ല. കഴിക്കോ? മീറ്റ് കഴിക്കോ? യോഗിമാര് കഴിക്കില്ല. Yogis do not eat meat. Is that why you asked me in the beginning? തുടക്കത്തിൽ ചോദിച്ച ചോദ്യം അതിനായിരുന്നേ. ഞാൻ യോഗിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് വെജിറ്റേറിയൻ ഓർ നോട്ട് എന്ന് ചോദിച്ചതിന്റെ കാരണം അതായിരുന്നു. Is that you asked me in the beginning whether I am a vegetarian or not? She smiled with her We had reached a narrow door. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഇതുവരെ ചെറിയ ഇടവായി വന്ന സ്ഥലമായിരുന്നു. അത് വീണ്ടും ഒന്നോട് കൂടി മനസ്സിലായോ? ഒന്നോട് മാഗി അങ്ങനെ മാഗി എന്ത് ചെയ്യാണ്? ആ വായി തീരുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നു. ഒന്നുകൂടി ഇടിഞ്ഞ വായി മാഗി പോക്കറ്റിൽ കൈ കണ്ടെത്തുന്നു. ഒരു ചെറിയ താക്കോൽ കൂട്ടി, കുഞ്ഞു ചാവില്ല താക്കോൽ കൂട്ടാൻ ആ ഓപ്പൺ തരാം. എന്ത് ചെയ്തു? ഓപ്പൺ. She entered. അവൾ ആദ്യം അതിലേക്ക് പ്രവേശിക്കുന്നു. Please come in. Please come in. Please come in. ഞാൻ ഈ കമ്മിങ് സാറിനാണ് പല കുട്ടികളും കമ്മിങ് അല്ല കം ഇൻ. എന്താണ്? When I was inside, Maggie chose the door. Maggie closed the door. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ മാഗി എന്ത് ചെയ്യുന്നു? ഡോർ ക്ലോസ് ചെയ്യുന്നു. ഞാനും കയറിയ സമയത്ത് മാഗി ക്ലോസ് ചെയ്യും. She went into the foot of the stairs. അങ്ങനെ അവൾ ചെയ്യുന്നു. Foot of the stair. എന്താ foot of the stair എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ സ്റ്റെപ്പ് ആവാം. അവിടെ നിന്ന് നടക്കാം. നമ്മളെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പില്ലേ
അതിന് ഫുഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ കയറുന്നതിന് ഫസ്റ്റ് പറയും. ഇവിടെ ഉദ്ദേശിച്ചത് മുകളിൽ നിന്ന് താഴെ നിന്ന് കൂട്ടാം കേട്ടോ. ശ്രദ്ധിക്കാൻ. She went into the foot of the stairs and അടുത്തേക്ക് പോകാൻ. Raising her voice I click on. Mother, mother, where are you? Where are you? Where are you? Where are you? നിൽക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. WERE where എന്നാണ്. ചുണ്ടിങ്ങനെ വട്ടത്തിൽ വരും. വാസം പോറില്ലേ? മനസ്സിലാണോ? നോട്ട് ചെയ്യുന്ന സമയം ഏത് വേറെ സാധനം നിൽക്കാതെ ഏത് വേറെ മറ്റേ വേറെ ഇതാണ് നോക്കോ. അപ്പൊ എന്താ പറഞ്ഞത്? മദർ അല്ലേ? കിച്ചൺ ഞാനിവിടെ കിച്ചണിലുണ്ട്. ആൻസർ came from below. ആൻസർ എന്താ വന്നത്? From below. അപ്പൊ എന്താ മനസ്സിലായേ? ലണ്ടൻ നഗരത്തിലൊക്കെ അടുക്കള എവിടെ ഉണ്ടാവുക? മനസ്സിലായോ? Come down, my girl. It is necessary to explain. അവിടെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? ലണ്ടൻ സ്ട്രീറ്റ് ഗ്രൗണ്ട്. ലണ്ടൻ സ്ട്രീറ്റിൽ എന്താവും? ഗ്രൗണ്ട് ഉണ്ട്. എബോവ് ഗ്രൗണ്ടിന്റെ മുകളിലാണ് എന്തുള്ളത്? ലണ്ടൻ സ്ട്രീറ്റ്. എബോവ് ഗ്രൗണ്ടിന്റെ മുകളിൽ. അപ്പൊ കിച്ചൺസ് ആർ യൂഷ്വലി ബിലോ സ്ട്രീറ്റ് ലെവൽ. കിച്ചൺസ് ആർ യൂഷ്വലി ബിലോ സ്ട്രീറ്റ്. മാഗി looked at me questioningly. Do you mind? അല്ല നമ്മളെ ചെറിയ വീടൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? ബുദ്ധിമുട്ടുണ്ടോ എന്നാ? Do you mind? Do you mind? Not in the least. അവരുടെ പ്രശ്നമില്ല. Come on. Together we descended the stairs to the kitchen. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നു. കിച്ചണിലേക്ക് ഇറങ്ങുന്നു. Ascend opposite descend. Ascend opposite descend. Mother said Maggie from the door. Mother എന്താ പറഞ്ഞത്? Mother said Maggie from the door. Mother എന്ന് വിളിക്കാണ്. An Indian gentleman has come to see. എന്താ വിവരം കൊടുക്കുന്നത്? An Indian gentleman has come. വന്നിട്ടുണ്ട്. Has come. എന്താണ്? വന്നിട്ടുണ്ട്. To see. Where is he? Where is he? The old woman asked eagerly. വളരെ eagerness ഓട് കൂടി. With a smile, I stepped into the kitchen behind Maggie. She introduced us. This is Mr. Gupta, mother. ആരാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? മദറിന്റെ ഗുപ്ത ഇൻട്രൊഡ്യൂസ് ചെയ്തോട് നേരെ തിരിച്ചു. She said, Mr. Gupta, my mother. Mr. Gupta, my mother. ആദ്യം എന്ത് ചെയ്ത് കൊടുത്തു? മദറിന് ഗുപ്ത ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഗുപ്തയെ വിളിച്ചിട്ട് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? രണ്ടും നടക്കുന്നുണ്ട്. This is Mr. Gupta, mother. She said, Mr. Gupta, my mother. How do you know? Or how do you do? I said and held out my hand. അങ്ങനെ നമ്മുടെ എന്ത് ചെയ്യാണ്? ഈ നരേറ്റർ ആർക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ about to shake. What is happened here? ഇവിടെ പക്ഷെ അങ്ങനെ കൊടുക്കാൻ ഒരുങ്ങാണ്. ആര്? ഈ വന്ന ആള് മദർക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ. എക്സ്ക്യൂസ് മീ. അപ്പൊ എന്താ ഷെയ്ക്കാൻ നടക്കുന്നുണ്ട് അവിടെ? ഇല്ല. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞത് നടക്കാത്ത മൈ ഹാൻഡ്സ് സീസൺ. മൈ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ദേശമാണ്. എന്തായിരിക്കും? അപ്പൊ ഞാൻ ഷെയ്ക്കാൻ കൊടുക്കുന്ന ഒരു അവസ്ഥയിലല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മൈ ഹാൻഡ്സ് holding them out for me to see. They were covered with flour. കാരണം അമ്മന്റെ കൈ നിറയെ മാവുണ്ടായിരുന്നു അല്ലേ? കുറച്ച് കംപ്ലീറ്റ് പൊടിയായിരുന്നു ആരുടെ? അമ്മയുടെ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൊടുക്കാതിരുന്നത്. They were covered with flour. ഫ്ലോർ മില്ലിൽ നിങ്ങൾ ആ ഫ്ലോർ മില്ലിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കാറുണ്ടോ? വ്യത്യാസമുണ്ട്. ടുഡേ ഈസ് സാറ്റർഡേ. എന്താ അമ്മ പറഞ്ഞു? അമ്മന്റെ വിശേഷം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. മോനെ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോടെ. ഇന്ന് ശനിയാഴ്ചയാണ്. എന്താ അമ്മന്റെ കൈ കിടക്കുന്ന മാവായിരുന്നതിന്റെ കാരണമാണ് പറയാൻ പാടില്ല. ടുഡേ ഈസ് സാറ്റർഡേ. ശ്രദ്ധിക്കണേ, ശ്രദ്ധ കൊണ്ടുകൊണ്ട് പോയില്ല. She explained, I am making cakes. ഞാൻ ഇന്നോട്ടേക്കാണ് I am making cakes and people will come to buy them this evening. ഇന്ന് വൈകുന്നേരം ജനങ്ങൾ ചന്ത അല്ലേ? അപ്പൊ ഇന്നത്തെ ചന്ത ദിവസമായിരിക്കും അവിടെ. അതുകൊണ്ടാണ് പറയുന്നത് വീട്ടിൽ പാവപ്പെട്ട ആൾക്കാർ പല സാധനങ്ങൾ ചർച്ചയും അപ്പവും കേക്കും ഒക്കെ ഇങ്ങനെ പാവപ്പെട്ടവരുണ്ടാവും. പിന്നെ വൈകുന്നേരം കൊണ്ടുവണ്ടിയിൽ എന്ത് ചെയ്യും? കൊണ്ടുപോകും. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് ശനിയാഴ്ചയാണ്. പീപ്പിൾ കം ടു സീ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് they will be sold on street in the night. ഇന്ന് രാത്രി അങ്ങാടിയിൽ നല്ല കച്ചവടമായി. ഇന്ന് കച്ചവടം ഉണ്ടാകുന്ന കാരണം എന്താണ്? ആൾക്കാർക്ക് പേട എന്നാണ് അല്ലേ? അന്ന് കയ്യിൽ 100 രൂപ ഉണ്ടാവുന്ന ബാക്കിയാവുന്ന ദിവസമാണ് അന്ന്. സോ
This is the way we make our living. അതാ നോക്കുന്നത് എന്താണോ ഇങ്ങനൊക്കെ ആ മോനെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതാ. This is the way we make our living. Lots of trouble. കഷ്ടപ്പാടാവാൻ ഒരുപാട് പ്രയാസം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ടാകും. Saturday night is a time of festivity. ഇനി നൈറ്റ് എന്ന് പറയുകയാണ്, ഇത് ഡയലോഗ് കാര്യങ്ങളല്ല. സാറ്റർഡേ നൈറ്റിന്റെ പ്രത്യേകത ഒരു ആഘോഷ മൂടാണ് ഇവിടെ ലണ്ടൻ സ്ട്രീറ്റ്. സാറ്റർഡേ പൂർ നൈബർ, പ്രത്യേകിച്ച് പാവങ്ങളുടെ all sort of things are sold from counters lighted push car. ആളവണ്ടികൾ, കുതിരവണ്ടികൾ, ചെറിയ വണ്ടികളിലോ മുന്ത് വണ്ടിയിലൊക്കെ എന്ത് ചെയ്യും, തള്ള വണ്ടികളൊക്കെ വന്നിട്ട് സാധനങ്ങൾ ഒരുപാട് സാധനം നിരത്തി വെക്കും. ഇതൊക്കെ അങ്ങനെ വിൽക്കും. The streets are more crowded than any other. മറ്റു ദിവസത്തിനേക്കാൾ രാത്രിയിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടാവുന്ന ദിവസമാണ് സാധനം വാങ്ങാൻ വേണ്ടി. സാറ്റർഡേ is a day for poor, പാവപ്പെട്ടവർക്ക് കുറച്ചുകൂടി എന്തെങ്കിലും സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ദിവസമാണ് സാറ്റർഡേ. They receive their weekly wages. കാരണം എന്താ, ആഴ്ചക്കൂലി വീക്ക്ലി വേജസ് കിട്ടുന്ന ദിവസമാണെന്ന്. ഇൻഗ്രീഡിയൻസ് ഫോർ ദ കേക്ക് മേക്കിംഗ് എല്ലാം കാലം കേക്ക് ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ഫ്ലോർ വേണം, അതിന് വേണം, ഷുഗർ വേണം, പാറ്റ് വേണം, റൈസ് വേണം, മുട്ട വേണം, എക്സ് ആൻഡ് സോ ഫോർ. ഇതെല്ലാം അമ്മേന്റെ കിച്ചണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിരത്തി ഇങ്ങനെ വരും. അപ്പം അമ്മ മാവ് കഴിച്ചുകൊണ്ടിരിക്കും. Fourth and sent out in the readiness upon the dresser several freshly baked cakes in tins were also there. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചത് നല്ല പലപലപ്പുള്ള കേക്കാണ് ഇങ്ങനെ നിരത്തി വെച്ചത്. അതിലേക്ക് നമ്മളെ നരേറ്റർ ഇങ്ങനെ നോക്കി. Several freshly baked cakes in the tins were also there. അപ്പം മിസ്സിസ് ക്ലിഫോർഡ് ചോദിക്കുകയാണ്, ആരാണ് മിസ്സിസ് ക്ലിഫോർഡ്? അമ്മന്റെ പേരെന്താണ്? അവിടെ ആറുണ്ടാവില്ല. മിസ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ മാഗി. മിസ്സിസ് ക്ലിഫോർഡ് മിസ്റ്ററുടെ എസ് ആണ് മിസ്സിസ് എന്ന് പറയുന്നത്. ഒരാളുടെ വൈഫിനാണ് MRS എന്ന് പറയുന്നത്. മനസ്സിലായോ? അച്ഛന്റെ പേര് വെക്കുന്ന മകളുടെ പേര് MISS ആണ്. അൺമാരിഡ് ആകുമ്പോൾ MISS ആണ്. മനസ്സിലായോ? MRS. Sitting in such a poor kitchen will not be very pleasant for you, will it? ഇതിന്റെ അർത്ഥം Sitting in such a poor kitchen will not be very pleasant for you, will it? ഞങ്ങളിപ്പോഴത്തെ പാങ്ങളുടെ ആ കിച്ചണിൽ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? Will it? Please report it. I have almost finished my work. മാഗി ഏകദേശം എന്റെ വർക്ക് കഴിഞ്ഞു. Take him into the sitting room. അദ്ദേഹത്തെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിക്കോളൂ. എന്റെ വർക്ക് കഴിയാതെ. I will come in a minute. I will come in a minute. അതൊക്കെ പഠിച്ചേക്കണേ. നല്ല ഡയലോഗ് കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കും, നല്ല ഡയലോഗാണ്. I will come in a minute. നമ്മൾ പലപ്പോഴും ഇന്ന മിനിറ്റ് എന്നാണ് പറയാറുള്ളത് അല്ലേ? ഇന്ന മിനിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള. No. I protested. I can sit here well. അല്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. കാരണം ഈ നല്ല സ്മെല്ല് ഉണ്ടല്ലോ അല്ലേ? കേൾക്കുണ്ടാകും. മറ്റില്ല ഡൈനിങ്. I can sit here well enough. The cakes you are made are nice one. The cakes you make are nice one. നിങ്ങൾ ഉണ്ടാക്കിയ കേക്കൊക്കെ കാണാൻ എന്ത് രസമാണ്. I must. Miss Clifford thanked me with a smile. Miss Clifford പെണ്ണുങ്ങളെ കുട്ടിയെ പറ്റി പറഞ്ഞാൽ ഏത് അല്ലേ ഇളകാതെ പെണ്ണെന്ന് അവർ പറഞ്ഞു. അവർ നല്ല ചെയ്യും. What kind of country is India? അതിന്റെ വിശേഷങ്ങൾ വരിക അല്ല ഇന്ത്യ ഏത് തരം രാജ്യം? What kind of country is India? നോക്കാം നിങ്ങളെ പ്രത്യേകം കേട്ടോ. ആരാ ഡയലോഗ് പറയുന്നത്? അമ്മ പറയാനല്ലേ. What kind of country is India, sir? Asked Mrs. Clifford. Asked Mrs. Clifford and she resumed her cooking. അപ്പൊ ഞാൻ പറയാം ബ്യൂട്ടിഫുൾ ഒന്നും അറിയാത്ത പറയാം ബ്യൂട്ടിഫുൾ കൺട്രി. ഇന്ത്യ ഇസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അടുത്തത് അല്ല കാണാനൊക്കെ ഓക്കെ, ജീവിക്കാൻ എങ്ങനെ സേഫ്റ്റി ലൈഫ് ശ്രദ്ധിക്കണം. നീ ഉറങ്ങി വന്ന് ബേക്കിൽ വന്ന് നീ ഉറങ്ങിയാൽ ഞാൻ അറിഞ്ഞില്ല, നീ ഉറങ്ങുന്നുണ്ട്. എന്താണ് സേഫ്റ്റി ലിവ് ഇൻ എന്താ പറയുന്നത്? അല്ല ക്വസ്റ്റ്യൻ അല്ല അത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ജീവിക്കാനുണ്ട് സഡൻലി ബട്ട് നോട്ട് കോൾ ദിസ് കൺട്രി. നല്ല ജീവിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എത്ര തണുപ്പുണ്ടാവും വെസ്റ്റേൺ കൺട്രിക്കാരില്ലേ അല്ലേ? ഒത്തിരി ജനങ്ങളെ കണ്ടില്ലേ മാന്യമായിട്ട് അല്ലേ? പക്ഷെ എത്ര തണുപ്പുണ്ടാവില്ല. നീയൊന്നും സാറ്റിസ്ഫൈഡ് ആവുന്നില്ലല്ലോ. ഇതൊക്കെ പുറത്തുകൂടെ ആൻസറാണ് എല്ലാവരും കൊടുക്കുന്നത്, നമ്മുടെ നരേറ്റർ കൊടുക്കുന്നത് അല്ലേ? അപ്പം പറയും ജീവിക്കാനെങ്കിൽ ഒത്തിരി തണുപ്പില്ലാതെ ഈ സംഭവം ഞങ്ങളവിടെ കുറച്ച് ചൂടാണ്, കുറച്ച് ചൂട്. too many snakes and tigers കൃത്യമായിട്ട് എല്ലാവരും നല്ല ടൈഗേഴ്സും
പിന്നെ നിറയെ ടൈഗേഴ്സും പാമ്പുകളും. ഡോണ്ട് ദേ കിൽ പീപ്പിൾ. ആളുകൾ മനുഷ്യന്മാരെ പിടിച്ച് തിന്നൂലേ? മനുഷ്യന്മാരെ പിടിച്ച് don't believe that. അതൊന്നും വിശ്വസിക്കലില്ല. അതൊന്നും വിശ്വസിക്കലില്ല. Snakes and tigers keep the jungle. ടൈഗേഴ്സും സ്നേക്കും ഒക്കെ ഉണ്ട്. അതൊക്കെ വലിയ കാടുകളിലാണ്. അതിനൊക്കെ പ്രത്യേകമായ സജ്ജീകരണം. അവര് പരസ്പരം കൊല്ലാന്നല്ല മനുഷ്യന്മാരൊന്നും കൊല്ലുന്നത്. If they come to close the places where people live. അത് കേട്ടപ്പോൾ സമാധാനം. പനി ഉണ്ടാവില്ല. അതെനിക്ക് പനി വരും ജനങ്ങൾക്ക്. In some places in ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ പനി ഇങ്ങനെ വൈറൽ ഫീവർ. There is more fever than in others. And it is neither the same everywhere nor the same all the year around. സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. കാലാവസ്ഥക്കനുസരിച്ചുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സീസണും ഉണ്ടാവില്ല. മഴക്കാലത്ത് ഉണ്ടാകുന്ന അത്രയും ഉണ്ടാവില്ല, വേനൽക്കാലത്ത് ഉണ്ടാവില്ല. എന്നാൽ ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ അത്രയും മറ്റ് സ്റ്റേറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ നമ്മുടെ മിസ്സിസ് അമ്മ പറയുന്നത് മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്. നമുക്ക് എന്താ അറിയേണ്ടത്? He's a soldier in Punjab. What kind of place is in Punjab? പഞ്ചാബിലാണ്. Punjab is a fine place. There is little fever. പനി എന്താന്ന് പോലും പഞ്ചാബിലേക്ക് അറിയില്ല. അങ്ങനെയല്ല. He is very healthy. I am not to get സന്തോഷം. Her baking was finished. Maggie she said, take me to the upstairs. Okay. അങ്ങനെ ചെയ്യുന്നു. Baking finish ആവുന്നു. എന്താ പറയുന്നത്? മാഗി വിളിച്ചിട്ട് അമ്മ take Mr. Gupta upstairs. Take Mr. Gupta upstairs. I will wash my hands and bring it. Maggie showed away to the sitting room. Maggie room കാണാൻ താല്പര്യം ഉണ്ടാവും. Maggie റെസ്റ്റോറന്റ് പോലെ തന്നെ അല്ലേ? Maggie showed away to the sitting room and followed. The furniture was cheap. വളരെ വില കുറഞ്ഞിട്ടുള്ള ഫർണിച്ചർ. മനസ്സിലായോ? ചീപ്പാണ്. And there was not much of it. അതിന്റെ കൂടുതലൊന്നും ഒരു ടേബിൾ, ചെറിയ ടേബിൾ, രണ്ട് ചെയർ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. The carpet was old. വളരെ പഴയ ഒരു കാർപ്പറ്റ്. അവിടെ എന്തൊക്കെ എന്ത് ചെയ്തിട്ടുള്ള stone in place. Stone. But everything was extremely clean. പക്ഷെ ഒരു പൊടി പോലും ആ റൂം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റാണ്. പക്ഷെ വളരെ എന്ത് ചെയ്തിട്ടുണ്ട്? കാർപ്പറ്റ് കളറെ കയറിയിട്ടുണ്ട്. പക്ഷെ ഒരു പൊടി വളരെ പോലും അതൊന്നു extremely clean. Maggie drew the curtains back and opened the window. Maggie എന്ത് ചെയ്തു? കർട്ടനൊക്കെ ഒന്ന് നീക്കി ഞാൻ കയറിയ സമയത്ത് വിൻഡോ ഒക്കെ തുറന്നു. There was a glass bookcase. I stood in front of it. ഒരു ബുക്കിന്റെ കേസ് ഉണ്ടാവേ. And then next one, Mrs. Clifford came carrying the tea tray. A few minutes later, all trays of the kitchen had vanished from her. Then person അങ്ങനെ കുറച്ച് കാര്യം അമ്മ കയറി വന്നു. അമ്മ ഇതുവരെ കിച്ചണിലായിരുന്നു എന്നുള്ളതിന്റെ യാതൊരു not trace. Vanished means disappeared. പ്രത്യക്ഷമായിട്ടുണ്ട് എല്ലാ ലക്ഷണങ്ങളും. As we drank tea, എന്താ ഞാൻ ആസിഡ് അർത്ഥം നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട്. As we drank tea, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് I talked about India. ഞാൻ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചു. Mrs. Clifford showed me a photograph of herself. അങ്ങനെയാണ് നല്ല കമ്പനിയായി ഞങ്ങളുടെ ചായ കുടിക്കാൻ. അപ്പം മിസ്സിസ് ക്ലിഫോർഡ് എന്താ ഒരു ഫോട്ടോഗ്രാഫ്, മകന്റെ ഒരു ഫോട്ടോ എന്റെ കയ്യിലേക്ക്. ഇതാണ് എന്താണ് ചെയ്യുന്നത്? പഞ്ചാബ് is a soldier. So it had been taken before he left. It had taken before he left. Even അങ്ങോട്ട് ജോലിക്ക് പോകുന്നതിന് മുമ്പായി എടുത്ത ലാസ്റ്റ് ഫോട്ടോ ആണ്. His name was Francis or Frank. Very important. പേര് എന്താണ് ബ്രദറിന്റെ പേര്? ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക്. എന്താണ് ഫ്രാങ്ക്? Maggie brought out a book picture he had sent her for her birthday. There was many pictures of Shimla. ഒരുപാട് വേറെ ഫോട്ടോസ് ഉണ്ട്. അവന്റെ ഫോട്ടോ മാത്രമല്ല, പഞ്ചാബിൽ നിന്ന് അവൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുള്ള ലണ്ടനിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ള സീനറിയുണ്ട്. ഷിംലയുടെ ഫോട്ടോ, ഷിംല സറൗണ്ടിങ് മൗണ്ടെയിനിലെ ഒരുപാട് മൗണ്ടൻ റീജിയൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഇന്ത്യയിലെ സ്ഥലങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഓൺ ദ ഇൻസൈഡ് പേജ് വാസ് റിട്ടൺ. അതിലൊക്കെ വ്യത്യസ്ത സീനറി ഫോട്ടോസിന്റെ വേക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വേക്ക് ടു മാഗി ഓൺ ഹർ ബർത്ത്ഡേ ഫോർ ഹർ ലവിംഗ് ബ്രദർ ഫ്രാൻസ്. മനസ്സിലായോ?
അപ്പൊ ഓരോ ബർത്ത്ഡേ കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ. മാഗിക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ സീനറികളും ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളൊക്കെ ഫോട്ടോസ് പറയും. ടു മാഗി ഓൺ ഹർ ബർത്ത്ഡേ ഫ്രം ഹർ ലവിംഗ് ബ്രദർ. അപ്പൊ കണ്ടോ ഇത്രത്തോളം സ്നേഹത്തിലാണ് വരുന്നത്. മാഗി said this is before. മാഗിനെ വിളിച്ചത് this before പറയാം. മാഗി ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. കണ്ടോ അപ്പൊ എന്താ നമ്മൾ കാണിക്കാൻ ആ റിംഗ് കൊണ്ടെത്തി കാണിച്ചു കൊടുക്കും. ആരെ ഗുപ്ത ആ റിംഗ് കൊണ്ടെത്തി കാണിച്ചു. വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ പേജ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ തൊട്ട് മൊത്തം പേജിലേക്ക്. ആ റിംഗ് കൊണ്ടെടുത്ത് ആരെ കാണിക്കും? ഗുപ്തയെ കാണിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഹാസ് യുവർ ബ്രദർ സെന്റ് യു റിംഗ്? അല്ല നിന്റെ ബ്രദർ റിംഗ് തന്നിട്ടുണ്ട്, മോതിരം തന്നിട്ടുണ്ട്. ഐ ആസ്ക്ഡ് ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് റിംഗ്. ഞാനൊന്ന് കാണട്ടെ ഏത് തരമാണെന്ന്. ഏത് തരം റിംഗ് ആണെന്ന് നോക്കട്ടെ. ഇറ്റ്സ് എ മാജിക് റിംഗ്. ഒരു മാജിക് റിംഗ് ആണ്. മാഗി എക്സ്പ്ലെയിൻ എ യോഗി ഗേവ് ഇറ്റ് ടു ഫ്രാങ്ക്. ഇതാരാണ് എന്റെ ഫ്രാങ്കിന് കൊടുത്തത്? ഇന്ത്യയിലെ യോഗി. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത് കഴിഞ്ഞാൽ കാര്യം സാധിക്കും ഇങ്ങനെ സാധിക്കും പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് വെച്ച് അതിനെത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ആൾക്കാര്. അപ്പൊ ഇവിടത്തെ ഒരു യോഗി ആർക്ക് കൊടുക്കാതെ ഫ്രാങ്ക് ഒരു ബർത്ത്ഡേ കിട്ടാൻ വലിയൊരു സംഭവം പോലെ ആര് അയച്ചു കൊടുത്തതാണ്? ഫ്രാങ്ക് അയച്ചു കൊടുത്തത്. ശ്രദ്ധിക്കട്ടെ, ഇങ്ങോട്ട് എല്ലാ കാര്യവും ശ്രദ്ധിക്കണേ. ഇവിടുന്നാണ് ശരിക്കും ഒരു ലിസ്റ്റ് വരും, പ്രധാനപ്പെട്ട ലിസ്റ്റ്. Let me see what kind of rain. Yes, it's a magic rain. A yogi. A yogi gave it. She brought in and asked, "Can you see the past and the future in it?" എന്നിട്ട് ചോദിക്കണേ. ഇങ്ങോട്ട് മാഗി കൊണ്ടുവന്നു കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ സമയത്ത് മാഗി നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഭാവിയും ഭൂതവും കാണാൻ കഴിയുന്നുണ്ടാവും. ആരാ ധരിക്കുന്നത്? മാഗി ആരോട് ചോദിക്കാണ്? ഉത്തരോട് ചോദിക്കാണ്. ഇത് നോക്കി നിങ്ങൾക്ക് ഭാവിയും ഭൂതമൊക്കെ കാണാൻ കഴിയും. കാരണം എന്താ അല്ലേ? ഇന്ത്യയിലുള്ളവരൊക്കെ യോഗിമാരാണെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് 100% ഉറപ്പായിട്ടില്ല. ആർക്കില്ല? മാഗിക്കില്ല. പക്ഷെ ഇങ്ങനെ നോൺ വെജ് കൂടി ഇന്ത്യയിൽ വന്ന സമയത്ത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ഇത് കാണാൻ കഴിയുന്നത്. കാരണം അതെന്തായിരിക്കും കേട്ടോ? നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണം 2 സെന്റൻസ് ഉണ്ട്. Can you see the past and present? I had heard a lot about crystal gazing. അപ്പോൾ നമ്മൾ നേരത്തെ പറയും ഒരുപാട് ക്രിസ്റ്റൽ ഗേസിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. A crystal was set in a ring. What is a crystal ring? ഒരു റിംഗിന്റെ മുകളിൽ ഒരു ക്രിസ്റ്റൽ ഘടിപ്പിച്ചാലാണ് എന്ത് പറയാ? ക്രിസ്റ്റൽ. അത്രയാണ്. I took it up and examined. ഞാൻ എന്ത് ചെയ്തു? ഒന്നായിട്ട് പരിശോധിച്ചു. When Frank said the ring, Mrs. Clifford said, very important ആണ്. ഇത് അയച്ചു കൊടുത്തത്, ഈ റിംഗ് അയച്ചു കൊടുത്തത് ഇതിന്റെ കൂടെ കുറിപ്പും ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇതിലുണ്ടായിരുന്നത്? He wrote, ഒന്ന് വായിച്ചാൽ കൃത്യമായിട്ട്. He wrote, if you concentrate on a distant person and you gaze into it, you will be able to see him and what he is doing. എന്താണ് മനസ്സിലായത്? എന്താണ് ഈ ക്രിസ്റ്റൽ റിംഗിന്റെ ഒക്കൾട്ട് പവർ? വാട്ട്സ് ദ പവർ ഓഫ് ദി ക്രിസ്റ്റൽ റിംഗ്? എന്താണ് ഈ ക്രിസ്റ്റൽ റിംഗിന്റെ പവർ? പറയൂ പെട്ടെന്ന്. ഈ ക്രിസ്റ്റൽ റിംഗ് നോക്കി അതാ ഫ്രാങ്കിന്റെ ഇവിടെ പറയുന്നില്ല. ദൂരെ സ്ഥലത്ത് ദിക്കിലുള്ള ഒരു മനുഷ്യനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ക്രിസ്റ്റൽ റിംഗിലൂടെ നോക്കിയാൽ അയാൾ എന്തായിക്കോട്ടെ ആ മനുഷ്യന്. അപ്പൊ ആ മനുഷ്യൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ എവിടെയാണ് നമുക്ക് കാണാൻ. അതാണ് ഈ റിംഗിന്റെ പ്രത്യേകത. മാഗി പറയാം. മനസ്സിലായോ? ഇത് ആര് കൊടുത്തപ്പോ പറഞ്ഞതാണ്? മോദം കൊണ്ട് ആര് പറഞ്ഞോ? യോഗി പറഞ്ഞതാണ്. മനസ്സിലായോ? യോഗി ഇത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇതുപോലെ വിശ്വസിച്ച് ഫ്രാങ്ക് 4 കെട്ട് 4 പാർസലൊക്കെ അറ്റൻഡ് ചെയ്താണ്. നോക്കാം ശ്രദ്ധിക്കണേ. ദാറ്റ് ഈസ് വാട്ട് യോഗി ടോൾഡ് ഫ്രാങ്ക്. ഇതാണ് ഫ്രാങ്കിനോട് യോഗി പറഞ്ഞത്. അത് മനസ്സിലാക്കണം കേട്ടോ. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റ് അപ്പോൾ ഞാൻ ഇത് കിട്ടി അന്ന് മുതൽ മോനെ നോക്കുന്നു. ഞാൻ മാഗിനെ കിട്ടി അന്ന് മുതൽ എന്റെ ഫ്രാങ്കിനെ വിചാരിച്ച് നോക്കാം ഒരു സാധനം കാണാം. മനസ്സിലായോ? അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ again and again because we have not had any news for Frank for a long time. എന്താ ഇങ്ങനെ എത്രയും നോക്കാനുള്ള കാരണം എന്താ? കുറെ കാലമായി വിവരമില്ലല്ലോ. അപ്പൊ എന്നും ഞങ്ങൾ നോക്കും. ഇത്ര സമയം നോക്കും.
but we have not been able to see anything. But we have not been able to. നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾക്ക് സാധിക്കില്ല. എന്ത് not been able to. അതെന്ത് have been നോട്ടിന്റെ ഇടയിലാണ് മനസ്സിലായോ? നോട്ട് വരികയാണെങ്കിൽ ഹാവിന്റെ ബീന്റെ ഇടയിലാണ് നോട്ട് വെച്ചത്. have been നോട്ട് have not been able to see anything. Why don't you try? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നിങ്ങൾ ശ്രമിച്ചു നോക്ക്. നിങ്ങൾ ഇന്ത്യക്കാരല്ലേ? ഓൾ ഇന്ത്യൻസ് ആർ യോഗീസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് യു ആർ എ ഒരു ഹിന്ദു യോഗി ആയിട്ട് ഏത് കൊടുത്തിട്ടുണ്ടാവാം? ഈ റിംഗ് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളായിപ്പെട്ട അതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ട് പ്രത്യേകിച്ച് നോക്കും. യു ആർ എ ഹിന്ദു, യു മേ ബി ഏബിൾ ടു ഡു. ഒരു പക്ഷെ നിങ്ങൾക്കത് സാധിക്കും. അതുകൊണ്ട് ഈ റിംഗ് ആരെ കയ്യിലേക്ക് കൊടുക്കുകയാണല്ലോ? ബുദ്ധന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. You are a Hindu, you may be able to do it. I realized that superstition was not confined to India. അപ്പോൾ സമാധാനം നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ടാകാം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഏതായാലും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൊള്ളുന്ന സംഭവമാണ്. ലോകത്തെ എല്ലാ സ്ഥലത്തും അന്ധവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? വെസ്റ്റേൺ കൺട്രീസിൽ പോലും നമ്മൾ എന്ത് കാണുന്നുണ്ട്? അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ എപ്പോഴും ഈ തരം അന്ധവിശ്വാസങ്ങൾക്ക് അനാചാരങ്ങൾക്ക് എന്തായിരിക്കും? എതിരായിരിക്കും. അതാണ് നമുക്ക് ഈ ട്യൂണിൽ മനസ്സിലാക്കുക. അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൊടുന്നല്ല എന്നിട്ട് മനസ്സിലായി. എനിക്ക് തിരി വന്നു എന്നാണ് ആര് പറയുന്നത്? പക്ഷെ ഇത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഏത് ഇതൊക്കെ വെറും തട്ടിപ്പാണ്, മനസ്സിലാണ്. കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? ആ അന്ന് യോഗിനോടുള്ള കൂറ് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടാണോ? എന്തിനാണ് ഒരു അമ്മയുടെ സന്തോഷം? ഒരു വലിയ സീരിയസ് ആയി സാധനം കിട്ടിയില്ല, ഞാൻ അതിന് ടച്ചുടക്കണം എന്നുള്ള ഫീലിംഗ് ആണ് ഇവിടെ ഉണ്ടായിട്ട്, മനസ്സിലാണ്ടോ? സോ അതുകൊണ്ട് എനിക്കിത് പറയാനുള്ള ഹാർട്ട് ഉണ്ടായില്ല. എന്താണ് പറയുന്നത്? എടാ നിങ്ങൾ ടെക്സ്റ്റിന് വിട്ടുപോയെന്ന് ശ്രദ്ധിക്കാൻ. ടെക്സ്റ്റിന് വിട്ടുപോയില്ലാരും എന്തിനാണ് സന്തോഷം കളയുന്നുണ്ടല്ലേ? സംഭവം എന്താ? ഇത് നമ്മുടെ ബുദ്ധ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അവർ ക്രിസ്റ്റൽ റിംഗിന്റെ മോഡൽ ഗ്ലാസിന്റെ കഷ്ണം ഘടിപ്പിച്ച സാധനം എന്ന് പറയാം. ഇതിലാണ് ഇത്രയും പവർ ഉണ്ടെന്ന് പറയാം. Daughter that the ring was nothing much, brass a piece of ordinary glass stuck in it. ഒരു ഓർഡിനറി ഗ്ലാസ് ഏതിന്റെ മോഡൽ ഘടിപ്പിച്ചാണതാ? പിക്ചർ ഗ്ലാസ് എന്താണ്? They believed that Frank and sent him a new and miraculous thing from a distant land, a dream India. How could I shatter this? They believed that Frank had sent him a new, ഒരു അത്ഭുതമുള്ള മിറാക്കുലസ് ആയ ഒരു വിലപിടിപ്പുള്ള വസ്തു വളരെ വിദേശ രാജ്യത്തിൽ നിന്ന് ഫ്രാങ്ക് അയച്ചു കൊടുക്കും. ഞാൻ എന്തിനാണ് നിസ്സാരമായി കാണുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാറുള്ളത്? അതിന്റെ കാര്യം പറയാം അല്ലേ? ഒരു ക്രിസ്റ്റൽ ഒരു പിക്ചർ ഒരു മോതിരത്തിന്റെ മുകളിൽ ഗ്ലാസ് കിട്ടിയ സാധനമാണെന്നെങ്കിൽ പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊന്ന് വിശ്വസിക്കലെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മിറാക്കുലസ് ആയിട്ടുള്ള അല്ലെ ഒരു സംഭവമാണ് ഇത് എന്ന് സൂക്ഷിച്ചു വെക്കുന്നവരോട് ഞാൻ എന്ത് പറയാൻ? ഒരു ഡ്രീം ഇന്ത്യയിൽ നിന്ന് വന്ന സാധനം. ഹൗ കുഡ് ഐ ഷാറ്റർ ദെയർ ഫെയ്ത്ത്? എന്തിന് ഞാൻ അവരുടെ ഫെയ്ത്ത് വിശ്വാസത്തെ ഷാറ്റർ ചെയ്യണം, ഹഷ് ചെയ്യണം എന്ന് urged my Mrs. Clifford and Maggie. I took the ring up into my hand and started at extensively for a long time. ഒന്നും പറയൂ. urged എന്താണ് urged എന്ന് പറഞ്ഞാൽ? റിക്വസ്റ്റ്. വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത് പറയാ അല്ലേ? ആരാ റിക്വസ്റ്റ് ചെയ്യുന്നത്? മിസ്സിസ് ക്ലിഫോർഡ് ആൻഡ് മാഗി. അങ്ങനെ പല നിങ്ങൾ ഒന്നുകൂടി നോക്കി. ഞങ്ങൾ കാണൂല, കാരണം ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്. നിങ്ങൾ അത് വന്ന സ്ഥലത്തുള്ള ആൾക്കാരാണ്, നിങ്ങൾ റിംഗ് സെൻഡ് ചെയ്ത സ്ഥലത്തുള്ള ആൾക്കാരാണ്. എസ്പെഷ്യലി യു ആർ എ ഹിന്ദു. അതുകൊണ്ട് പ്ലീസ് ഒന്ന് നോക്കുന്നു. രണ്ടുപേരും കൂടി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തടാ? നോക്കി തന്നെ പറയല്ലോ. അല്ല, നോക്കുന്നതിന് മുമ്പിൽ എന്തുണ്ട് പറയുന്നത്? എവിടെ എത്തിയപ്പോ ആരും കാണില്ല. പറയൂ.
ഞാൻ എന്ത് ചെയ്തടാ? I took the ring into my hand. എന്ന് പറയൂ. I took the ring into my hand and started at it extensively for a long. ഞാൻ എന്ത് ചെയ്തടാ? അത് കയ്യിൽ ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഞാൻ അതിലേക്ക് എന്നെ വളരെ നോക്കി. എനിക്കറിയില്ല ഇത് കാണില്ല. ഞാൻ അതിലേക്ക് എന്നെ നോക്കി. Intensively, നല്ല ശ്രദ്ധയോടെ. I cannot see anything. ഇന്നലെ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊന്നും കാണാനില്ല. Sorry. I exclaimed at last, giving up. അവസാനം mother and daughter was disappointed. The mother and daughter were disappointed. എനിക്കറിയാൻ കാരണം എന്താണ്? ഒന്നും കണ്ടില്ല. അവര് പോലും ഒന്നും കണ്ടില്ല. എന്ത് വിവരമാണ്. പക്ഷെ ഇതിന്റെ പവർ പോയി നിൽക്കാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കാണാത്തതിന്റെ സങ്കടം അത്രേ ഉള്ളൂ. മാത്രമല്ല ഫാമിലി കുറച്ച് വിവരം പറയാത്തതിന്റെ സങ്കടം. To change the subject. അങ്ങനെ ഇവര് ടെൻഷനായി എനിക്ക് മനസ്സിലായി. രണ്ടാവരും വളരെ ടെൻഷനാക്കി വിഷയം മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണോ? ഞാൻ എന്താ ചെയ്തു? To change the subject. അതൊരു ഭാര്യ അതാരുടേതാണ്? Is it yours? നിന്റെതാണോ മതി? Isn't it? Maggie? Yes, Miss Clifford answered. ആരാ ആൻസർ ചെയ്യുന്നത്? അമ്മയാണ് ആൻസർ ചെയ്യുന്നത്. അത് എന്റെ മാഗിയുടേതാണ്. Maggie plays violin. Maggie violin ഉഷാറായി വായിക്കും. Maggie violin അപ്പൊ ഈ കഴിഞ്ഞു പോയ പേജിൽ നിന്ന് മാഗിയെ കുറിച്ചുള്ള തൊട്ടിപ്പം നമ്മള് അതിൽ നിന്ന് മാഗിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മാഗി ഈസ് വെരി സൂപ്പർസ്റ്റിഷ്യസ് എന്ന് കൂടെ അല്ലേ? മാഗി വളരെ അന്ധവിശ്വാസമുള്ളൊരു പെൺകുട്ടിയാണ്. ഇത് കൂടെ മാഗി ഈസ് വെരി സൂപ്പർ. അത് എഴുതിയാൽ നമുക്ക് സെന്റൻസ് കിട്ടും. അതിന് തെളിവ് കൂടി കൊടുക്കുമ്പോൾ എന്താവും? ഒരു സെന്റൻസ് കൂടി കിട്ടും. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ 10 സെന്റൻസ് 11 സെന്റൻസ് 6 മാത്രമേ ഉണ്ടാവും. മാഗിന്റെ കാലത്ത് ഉറക്കത്ത് വിളിച്ച് എണീറ്റാലും എക്സാം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അഭിനയമില്ല. കയ്യിൽ മാഗിന്റെ വസനം 6ാം പ്രണഗന്ധിയിലെ വസന്റെ കാലത്ത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ അപ്പീൽ വരില്ല. നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് പറയട്ടോ. 2 തവണ മാഗിന്റെ കാലത്ത് സൂപ്പർസ്റ്റീഷ്യസ് കേട്ടോ. മാഗി ഈസ് വെരി സൂപ്പർ. അതുകൊണ്ടാണ് ക്രിസ്റ്റൽ റിങ്ങിന്റെ സ്റ്റോറി ആര് വിശ്വസിച്ചത്? അത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം? That is why she believed the story of the crystal ring. ഒന്ന് പറഞ്ഞാലും That is why she believed the story of the crystal ring. അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇതുവരെ കിട്ടിയ വെച്ചിട്ട് എന്നെ കൂടെ തന്നെ പറയണം. എന്നിട്ട് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടാവും. 2 or 3 സെന്റൻസ് കൂടി ആഡ് ചെയ്യണം. ഒന്ന് പറഞ്ഞാൽ Maggie is a central character in the story. Maggie is a central character in the story. Rise of flowers. Rise of flowers. എന്താ പറയാലോ? Maggie is a central character in the story. Rise of flowers. One more please. Maggie is a central character in the story. Rise of flowers. Her full name is Alice Margaret Nicole. Alice Margaret Nicole. Sentence number 2. 10 എണ്ണം ഇതൊക്കെ എല്ലാവരും ഇതും കിട്ടൂല. She is an English girl of 13 or 14 years old. അതാണ് she is an English girl of 13 or 14 years old. With large eyes and curling hair. With large eyes and curling hair. 3 സെന്റൻസ് ആയോ? അല്ലേ? Her shabby clothes, SHABBY, മുഷിഞ്ഞ ഡ്രസ്. അവരുടെ ഷാബി ഡ്രസ് അവരുടെ ദാരിദ്ര്യത്തെ കാണിക്കും. Her shabby clothes shows her poverty. എന്ന് പറയും. Her shabby clothes shows her poverty. ക്ലോത്തിന്റെ സ്പെല്ലിംഗ് ചെയ്യാലോ? ക്ലോത്ത്സ്. ക്ലോത്ത്സ് പറയില്ല ആരും. TH മറന്നു. Her shabby clothes shows her എന്ന് പറയാം. മാഗി ഇത് പഠിച്ചാൽ എന്താ കാര്യം അറിയാം? ഫസ്റ്റ് സെന്റൻസ് പഠിച്ചാൽ അസന്റെ പഠിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാഗി ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അസൻ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. മനസ്സിലാവും? അതാണ് മനസ്സിലാവും. കൃത്യമായി മനസ്സിലാക്കുന്നത്. നിങ്ങൾ 4 ഈ 2 കാരക്ടേഴ്സിനെ ചോദിച്ചാൽ 6, 12 ലെറ്റർ ഇമെയിൽ 40, 45
പോവുകയാണ്. മനസ്സിലാണോ? കൃത്യമായിട്ട് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും മിസ് ചെയ്യാതെ പഠിച്ചു. കാരണം അതെല്ലാവരും ഇതുമ്പോൾ മറ്റൊരാൾ ഇല്ലാതിരിക്കുമ്പോൾ മോശം കേട്ടോ. ഒന്നുകൂടി പറയാം. ഒന്നുകൂടി പറയല്ലേ? Maggie is a central character in the story The Price of Gold. Sentence number 1. Her full name is Alice Margaret Gifford. She is an English girl of 13 or 14 years old. She is a പരീക്ഷയ്ക്ക് അനുഭവം സംഭവിക്കൂലേ? ഇത് വായ വന്ന് പറയാത്തവർക്ക് പരീക്ഷ ചെയ്താൽ കിട്ടൂല. 100%. മനസ്സിലായോ? പറഞ്ഞ് സ്വയം ശരീരത്തിനെ വിശ്വസിപ്പിക്കുമ്പോഴാണ് നമുക്ക് എക്സാമിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. എല്ലാം പഠിച്ചു നിയമമൊക്കെ പഠിച്ചു. എത്ര വലിയ വലിയ കിതാബ് ഏറ്റവും പ്രസംഗിക്കാൻ പറ്റാത്ത എക്സാമല്ലേ? അല്ലെ? അങ്ങനത്തെ ഉണ്ടാവില്ലേ? അത് രാഷ്ട്രമാണ് കിതാബിൽ അപാത പണ്ഡിത്തുണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡ്രില്ലിങ്ങിലൂടെ തന്നെ എന്ത് ചെയ്യണം? ചെയ്ത് ഇങ്ങനെ ക്ലിയർ ആക്കാം. മനസ്സിലാക്കാം? സാധ്യത എന്ത് ചെയ്യരുത്? ആരും പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞു നോക്കിയാൽ പകുതി ചോർന്നാലും പകുതി ചെയ്താൽ മനസ്സിലാക്കാം. അങ്ങനെ അത് പ്രാക്ടീസിനനുസരിച്ച്. അപ്പൊ നമ്മളിപ്പോ ഈ നീരജ് ചോപ്ര എന്ന് പറഞ്ഞ ചങ്ങായി നാളെ മുതൽ പിന്നെ എറിയാൻ പോവുക അടുത്ത ഒളിമ്പിക്സ് വരെ. പ്രാക്ടീസാണ്. അല്ലാണ്ട് ഇത് കിട്ടി ഇപ്പൊ അടുത്ത തലയിൽ നോക്കാൻ നിങ്ങൾ ആരും വിചാരിക്കുകയാണ്. പൈസ തലയിൽ നോക്കാൻ പ്രാക്ടീസ് ചെയ്ത് ഏഷ്യൻ ഗെയിംസിനോ മറ്റേനോ പോകാൻ പറ്റുമോ? എവരിഡേ പ്രാക്ടീസ്. മനസ്സിലായോ? എക്സാം വരെ ഈ കാര്യത്തിൽ പലതവണ പറഞ്ഞു നോക്കുമ്പോ നിങ്ങളുടെ മെമ്മറി ലെവല് കൂടി ഫോർഗെറ്റിംഗിന്റെ ഗ്രാഫ് എന്ത് ചെയ്യും? കുറയും. മനസ്സിലായോ? അതാണ് നമ്മള് ചെയ്യേണ്ടത്. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ നമുക്ക് ചെയ്യണം. കാരണം അതെന്താ നമ്മൾ ശ്രദ്ധിക്കാം. Once more please. Her shabby moon sentence. Her shabby clothes. She loves her mother very much. She loves her mother very much. Maggie is very superstitious. Maggie is very superstitious. 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 What do you want? Super. Superstitious. Apa tersenan saya? Anjay, I will send today as explain it. That is why she believed in the story of the chrysalis. I their power നിങ്ങൾ ഇല്ല കൊണ്ടേ. കാരണം ഇത് പേപ്പർ നോക്കുന്ന ആളുകൾ നിങ്ങളെക്കാൾ പഠിച്ചാണ്. അല്ലാണ്ട് കുറെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇതിനെ കാണും നിങ്ങൾ പറയാം. അത് പറയാൻ മുന്നിൽ ഇത് അതൊക്കെ നമ്മൾ എത്തുന്നതല്ല. ഓക്കെ മനസ്സിലാണ്. സോൾജർ ഇൻ പഞ്ചാബ്. അതിന് അവൻ ക്യാമ്പസിന്റെ അവിടെ വിവരമല്ല നമ്മൾ. She loves her brother very much. She loves her അമ്മ നമ്മൾ ആദ്യം പറയല്ലേ? She loves her mother very much പറയല്ലേ? She loves her brother very much. നമുക്ക് കൊടുക്കും കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കുറച്ചുകൂടി ഇന്നത്തേക്കാൾ ഒന്ന് റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തേക്കാളും നമുക്ക് ഭാരം തോന്നുന്നത്. നമുക്ക് ഇത് 3 പേജ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വലിയ പദ്ധതി നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം. അടുത്ത ക്ഷണം കൃത്യമായി തന്നെ കേട്ടോ. അതായത് നമ്മളിപ്പോ അവിടെ എത്തി എന്ന് പറഞ്ഞ കാര്യം കഴിയാൻ 3 സെന്റൻസോട് ബാക്കിയൊക്കെ കൃത്യമായിട്ടോ. അതായത് ഇന്ന് ഇരുന്നേരം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മുതൽക്കൂട്ടാണ് സംഭവിക്കാൻ ഡിസ്കഷനാണ്. മറ്റൊന്ന് റിപ്പോർട്ട് മനസ്സിലാണോ? കൃത്യമായിട്ട് മനസ്സിലാക്കാം. ക്ലാസ്സിൽ കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്ത് അറിഞ്ഞുകൊണ്ടൊരു കാര്യം ഇതാ മനസ്സിലായോ? അപ്പൊ ഓക്കെ ഒരു 10 സെന്റൻസ് റിവ്യൂ ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോയി.
പിന്നെ റിവ്യൂ അഥവാ ചോദിച്ചാൽ തന്നെ നിങ്ങൾ എഴുതേണ്ടത് എന്താ അറിയോ? നിങ്ങൾക്ക് തോന്നും ആ സംഭവം പറഞ്ഞില്ല, ഈ സംഭവം പറഞ്ഞില്ല. അങ്ങനെയല്ല, റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനക്കട്ടി വേണം. കാരണം ഇമ്പോർട്ടൻറ്റ് മാത്രം ബാക്കിയൊക്കെ റിവ്യൂ ആയി കാണും. നേരെ മറിച്ച് ചില ആൾക്കാർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വരും. എന്നിട്ട് ആ കഥ ഫുള്ളാകുമ്പോഴേക്കും ചിലപ്പോൾ ഈ 2.5 മണിക്കൂറിന്റെ പൈസ 2 മണിക്കൂർ ഒറ്റ റിവ്യൂവിന് വേണ്ടി കൊണ്ട് വരും. ചില കാര്യങ്ങൾ തോന്നുകയാണ് ആ സംഭവം പറയാൻ പറഞ്ഞത്. അങ്ങനെയല്ല, റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അപ്ഡേറ്റ് ആയിരിക്കും, വളരെ ഷോർട്ട് സമയം ആയിരിക്കും സംഭവം. മനസ്സിലാണോ? ആ രൂപത്തിൽ നിങ്ങൾ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി. എവിടെയെങ്കിലൊക്കെ റിവ്യൂ ഉണ്ടാവില്ല. ഒരു സമ്മറി ഒറ്റ പാരഗ്രാഫ് കൊടുക്കുന്ന അതിനധികം പഠിക്കാൻ റിവ്യൂ ആണെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ അധികം നിങ്ങൾ നിയമമുള്ള പഠിക്കാം. ചില കുട്ടികളുടെ ഏജിങ് അവർ കുടുങ്ങിപ്പോകും. കാരണം ഇത് ഇങ്ങനെ ഹോട്ടലിൽ കണ്ടുകൊണ്ട് ആടും കൊണ്ട് നോക്കും, ആട്ടും കൊണ്ട് നോക്കിയും വാങ്ങും. നിങ്ങൾ ആലോചിക്കും ഇവിടെ വരെ ചെയ്തത് ശ്രദ്ധിച്ചാൽ ആ സമ്മറി മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ടൈമിങ്ങിൽ മാത്രം കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് അൺപ്ലാൻ ആയിട്ടുള്ള വർക്ക് ഉണ്ടാവാം. മനസ്സിലായി? ഒരു തവണ ഒരു 2016 ഇതിന്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എഴുതിയ പല കുട്ടികൾക്കും 2 മണിക്കൂറാണ് അത് ചിലവെടുത്ത് കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അത് വേറൊരു സമ്മറിയോ റിവ്യൂ നോക്കാതെ പോയിരുന്നത്. അവർ സ്വന്തം അവിടെ എഴുതി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ എല്ലാ ഡീറ്റെയിലും അവർ കൊടുക്കണം തോന്നി. മനസ്സിലായോ? അവിടെയാണ് ആ വിഷയം വന്നിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അത് നിങ്ങൾ റിവ്യൂവിനെ കുറിച്ചൊക്കെ നിങ്ങൾ റിവ്യൂവിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് വേണ്ടാറുണ്ട്. അങ്ങനെ ചോദിക്കാൻ സാധ്യത. കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നോട്ടുണ്ടാക്കാൻ പറയും. കഥ പഠിച്ചു വെച്ചാൽ കാര്യം എന്താണ്, മറ്റു പല സംഭവങ്ങളിൽ ഉപയോഗിക്കാം. ഇതെന്താ സംഭവം അറിയണം. മനസ്സിലായോ? ക്ലിയർ ആണ്. ഞാനാണ് സ്ഥിരമായി സംസാരിച്ചോണ്ട് നിങ്ങളിങ്ങനെ അടിഞ്ഞിരിക്കുന്നത്. നിങ്ങളിങ്ങനെ ശ്വാസം കൊടുത്ത ഡ്യൂട്ടിയാണ്. എന്നിട്ട് നിങ്ങളിങ്ങനെ കൃത്യമായി ഇരിക്കട്ടോ. ചില ഏരിയകളിൽ ചില പ്രയാസങ്ങൾ തോന്നുന്നു. അടങ്ങി പെട്ടെന്ന് തീർത്തെ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യും? വിഷയം മാറ്റാൻ വേണ്ടി എന്ത് ചോദിച്ചു? ഒന്ന് കുറച്ചുകൂടെ വന്ന് നീക്കിക്കൂടെ ആ ടെക്സ്റ്റ്. അതിൻ്റെ അടുത്തേക്ക് നീ ടെക്സ്റ്റ് ഇടാം. So yes, basic required answer. Maggie plays. അമ്മയാണ് കേട്ടോ, അമ്മയാണ് കേക്ക് ബില്ല് ചെയ്തത്. എന്താ പറയുന്നത്? ഓ നമ്മൾ നന്നായി വാല്യൂ വായി. മാഗി പ്ലീസ് പ്ലേ സംതിങ്. അടുത്ത് കേട്ടോളൂ അമ്മ പറയാം. 2 വരി അദ്ദേഹത്തിനോട് വായിക്കും. ഓ മദർ, എന്താ അമ്മ പറയുന്നത്? മദർ മാഗി ലുക്ക് ലൈക്ക് ആർ ഇൻ പ്രൊട്ടസ്റ്റ്. ഇല്ല അമ്മ അത് പറയാം. മാഗി ഐ പ്ലീഡ്. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ റിക്വസ്റ്റ് ചെയ്യാം. പ്ലീസ് മാഗി പ്ലീസ് പ്ലേ സംതിങ്. ഐ ആം വെരി ഫോണ്ട് ഓഫ് ദി വാല്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാല്യം. ആര് പറയാണ്? ഉത്ത പറയാണ്. ആരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നത്? ഓക്കെ. ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. കണ്ടാൽ ചോദ്യം അറിയുന്ന ഡയലോഗ്. നിനക്ക് നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു സിസ്റ്റർ എനിക്ക് എന്റെ നാട്ടിലുണ്ട്. മനസ്സിലായോ പറയുന്നത്? ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്. ഷീ യൂസ് ടു പ്ലേ ഫോർ. അവൾ എനിക്ക് വേണ്ടി എന്നും പാട്ട് പാടിത്തരാണ്. അതുകൊണ്ട് പ്ലീസ് എനിക്ക് നിന്നെ കാണുമ്പോൾ അവളെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് 2 വരി നീ എന്തായാലും ചെയ്യണം, വേണ്ടി പ്ലേ ചെയ്യണം. പാടുകയല്ല, പ്ലേ ചെയ്യണം. The way I play is not at all worth it. അങ്ങനെയല്ല, ഒരാൾ പാട്ടുകാരൻ നമ്മൾ പറയാൻ എന്റെ പാട്ട് രസം ഉണ്ടാകുന്നില്ല. നമ്മൾ അതുപോലെ നമ്മളോട് ആര് പറയാണ് നിങ്ങൾ വിചാരിച്ചാൽ വലിയ രസം ഉണ്ടാകട്ടെ. പ്ലേ ചെയ്യുന്നെങ്കിൽ കാണാൻ. The way I play is not at all worth standard ഉണ്ടാകും. Maggie said, my entreaties. Entreaties are request. Request ഒരുപാട് പേരുണ്ട്. റിക്വസ്റ്റിന് വ്യത്യസ്തമായ ഏർജ് ചെയ്യുക. പ്ലീസ് എന്നാണ് റിക്വസ്റ്റ്. പിന്നെന്താണ്? entreaties. മനസ്സിലായോ? വേണം വെച്ചിരുന്ന അല്ലെങ്കിൽ നല്ല my entreaties are last person ആയിട്ട് അവസാനം അവളെ ഏറ്റു പേഴ്സണൽ എന്തിനെ? to play the violin. To play the music. I did not know many pieces. അല്ല, എനിക്ക് കൂടുതൽ അറിയില്ലല്ലോ. എനിക്ക് കൂടുതൽ സംഗീത കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് കൂടുതൽ കളക്ഷൻ ഒന്നുമില്ല. മ്യൂസിക്കിന്റെ കളക്ഷൻ ഉണ്ടാവും. ഒന്ന് കണ്ടിട്ടോ? അങ്ങനെയൊക്കെ ഒരു ഹാർമോണിയൊക്കെ പോലെ വയ്ക്കുന്ന സാധനം, അതിനൊരു കളക്ഷൻ ഉണ്ട്. അത് കോപ്പി ചെയ്ത പോലെ ആ സാധനം ഉണ്ടാവും. അതിന്റെ ഒരു കളക്ഷൻ ഉണ്ടാവും ഈ വയലിൻ വായിക്കുന്നവര്. മനസ്സിലാണ്ടോ? അതൊരു വലിയ സീരിയസ് ആയിട്ട് സൂക്ഷിക്കുന്ന സാധനം. രാധാന പോലെ സൂക്ഷിക്കുന്ന സാധനമാണ്. വളരെ സീരിയസ് ആയിട്ട് ഓരോ പേജിലും ഓരോ ആൽബം ഉണ്ടാവും. മനസ്സിലാണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ഇവിടെ അടുത്തുള്ള കളക്ഷൻ്റെ ആരൊക്കെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഇതിനൊക്കെ മ്യൂസിക് നമുക്ക് കേൾക്കാം. അത് ഒറ്റ എല്ലാം ഓരോ ആൽബത്തിന്റെ പേരാണ്, മ്യൂസിക് ആൽബത്തിന്റെ പേരാണ് ഈ പാരഗ്രാഫിൽ കൊടുത്തത്. മനസ്സിലാണോ? So I do not know many pieces, she said. What would you like to hear? അല്ല, നിങ്ങൾക്ക് ഏതാ കേൾക്കേണ്ടത്? എൻ്റെ അടുത്ത് കൂടുതൽ കളക്ഷൻ ഒന്നുമില്ല.
Shall I choose something? ഞാൻ തിരഞ്ഞെടുക്കട്ടെ. ഇതിന്റെ ആൽബം കളക്ഷൻ തരും, ആ ബുക്കും തരും. All right, then give your music book. Let me see what you have. ഏതൊക്കെ ഉള്ളത് നോക്കട്ടെ. അപ്പോൾ മാഗിന്റെ അടുത്തുള്ള സാധനങ്ങൾ പറയും. മാഗി bought out an old music case. ഒരു പഴയ മ്യൂസിക്കിന്റെ കേസ് ആര് കൊണ്ടുവരികയാണ്? മാഗി കൊണ്ടുവരികയാണ്. And case about in black leather ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെതറിന്റെ വെളിയിലൊക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ഷീറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. I opened it. ആരാ ഓപ്പൺ ചെയ്തത്? ബുദ്ധ ഓപ്പൺ ചെയ്തു. Most of the pieces were light tears. ഏതൊക്കെ മ്യൂസിക്കിന്റെ പേര് പറയൂ? ഗുഡ് ബൈ ഡോളി. ഒന്നെന്താണ്? ഗുഡ് ബൈ ഡോളി. വേറെ ഒന്നെന്താണ്? ഹണിസക്കിൾ ആൻഡ് ബീ. ഇതൊക്കെ മ്യൂസിക്കിന്റെ പേരാണ്. എല്ലാം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ആൾക്കാർ പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഹണിസക്കിൾ ആൻഡ് ബീ. And there was a few really good the old fashioned ആയിട്ടുള്ള റോബിൻ അഡയർ എന്ന് പറയുന്ന പഴയ മ്യൂസിക് മെലഡീസ്. ആനി ല്യൂറൻ ദ ലാസ്റ്റ് റോസ് ഓഫ് സമ്മർ. ഇതൊക്കെ മ്യൂസിക്കിന് വരുന്നത് എന്താ വിചാരിച്ചാലും തപ്പി കളിക്കുന്നത് അതൊക്കെ മ്യൂസിക്കിന്റെ പേരുകളാണ്. There was several Scotch song and Scottish സോങ്ങിനാണ് എന്താ പറയാ? സ്കോച്ച് സോങ്. So I selected the bluebells of Scotland. അതുകൊണ്ട് ഞാൻ ഏതാ തിരഞ്ഞെടുത്തത്? ആർക്ക് തിരഞ്ഞെടുത്തു? ബുദ്ധ മാഗിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്ലേ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതിന്റെ പേരാണ് The Bluebells of Scotland and handed Maggie to the music. Maggie played and I hummed the tune to myself. Maggie എന്ത് ചെയ്തു? പ്ലേ ചെയ്തു. I hummed the tune to myself. ഞാൻ എന്ത് ചെയ്തു? ട്യൂണ് ഹമ്മ. When the song was over, song കഴിഞ്ഞ സമയത്ത് I praised her playing lavishly as I sang. ഞാൻ ഒരുപാട് പാട്ടുണ്ടോ നല്ല ഉഷാറായി. എനിക്കൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേജിന്റെ പകുതിയും താഴെ മാഗി ഹാഡ് നെവർ ഹാഡ് an opportunity to study. എന്റെ മകൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ലൈഫിൽ കിട്ടിയില്ല. അപ്പൊ മനസ്സിലായി ലണ്ടൻ നഗരം എന്നാൽ വിദ്യാഭ്യാസം പോലും ഡിനൈഡ് ചെയ്യപ്പെട്ട ജനവിഭാഗമാണ്. മനസ്സിലായോ? പൈസക്കാർക്കുള്ളതാണ് സ്കൂളും വിദ്യാഭ്യാസം ഒക്കെ അവിടെ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്റെ മകൾക്ക് പഠിക്കാൻ ഒരു അവസരത്തിന് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ മ്യൂസിക്കുകൾ പ്ലേ ചെയ്ത് കേട്ടോ? She had learned what she knows by herself. ഇതൊക്കെ അവൾ സ്വയം പഠിച്ചു. ആര് സ്വയം പഠിച്ചെടുത്തത്? ആര് സ്വയം പഠിച്ചെടുത്ത മ്യൂസിക്കായിരുന്നു. എവിടെയും മ്യൂസിക് പോയി പഠിച്ചിട്ടില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടില്ല. If our circumstances ever improve, underline it. If our circumstances ever improve, എന്നെങ്കിലും ഒന്ന് ഞങ്ങളുടെ സാഹചര്യം മെച്ചപ്പെട്ടാൽ. ഇത് ആരാ പറയുന്നത്? അമ്മനെ കുറിച്ച് മകള് പറഞ്ഞെന്തായിരുന്നു? എന്നെങ്കിലും ഞാൻ കമ്പനി സെക്രട്ടറി ആയിരുന്നു. അതേ സംസാരം ഇപ്പൊ ആര് പറയാണ്? ഓർക്കണം. അത് എന്നെങ്കിലും ഞങ്ങളുടെ നില ഒന്ന് മെച്ചപ്പെട്ടാൽ I shall arrange for her to have lesson. ഞാൻ ആദ്യം അവരുടെ പഠിപ്പിനായിരിക്കും എന്ത് ചെയ്യുക? അതവർ അപ്പൊ മകളുടെ വിദ്യാഭ്യാസത്തിന് അമ്മ കൊടുക്കുന്ന പ്രാധാന്യം സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് she loves her mother very much. നമ്മുടെ ഈ ലാഭത്തിന്റെ കേസിൽ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞില്ല. ഇനിയിപ്പോ അമ്മന്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എഴുതാം? she loves her daughter very much. അല്ലെ? അതിൽ കൂടെ ചിലപ്പോ വിചാരിച്ചു പോയി, ചിലപ്പോ നിങ്ങൾ 100% മാഗിന്റെ കാര്യത്തിൽ വിചാരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ആരെ കാര്യത്തിൽ ചോദിക്കും മദറിന്റെ ചോദിക്കും. അത് കൂടുതലൊന്നും ഉണ്ടാവില്ല. മാഗിന്റെ അല്ല കുട്ടന്റെ മാഗിന്റെ ചോദിക്കാം. മാഗിന്റെ അമ്മന്റെ വളരെ റയറായിട്ട് ചോദിക്കും. മാഗിന്റെ എന്നാ ചോദിക്കാറില്ല, മാഗിന്റെ അമ്മന്റെ റയറായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലസ് ടുവിൽ വിചാരിച്ചു പോകാനല്ല. I shall arrange for her lesson. അണ്ടർലൈൻ ചെയ്യണേ. എന്നെങ്കിലും ഞങ്ങളുടെ നിലനിന്ന് മെച്ചപ്പെട്ടാൽ മകളുടെ വിദ്യാഭ്യാസത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കാനില്ല. Oh my way back, I was filled with astonishment. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാറ്റസ്റ്റിക്സിൽ ഇവിടെ മാഗിന്റെ കാറ്റസ്റ്റിക്സ് പറയൂലേ? എങ്ങനെ she loves her mother very much. തിരിച്ച് അമ്മക്ക് ആരോട് ഇഷ്ടം പറയാം? മാഗിനോട് ഇഷ്ടം പറയാൻ മനസ്സിലാണ്ടോ? യെസ്, മനസ്സിലാണ്. Mother loves her too. Mother loves her too. On my way back, I was filled with astonishment. The incident touched me very deeply. അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് ആദ്യത്തെ വിസിറ്റാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ പ്രയാസം, ഇവരുടെ ജീവിത രീതി കഷ്ടപ്പാടൊക്കെ കേട്ട ആകെ ഒരു ഗതറുണ്ട്. താമസമായി അവനെ കുറിച്ച് യാതൊരു ഇതല്ലേ ഇവിടുത്തെ സിറ്റുവേഷന്
നോക്കൂ നിങ്ങൾ ആ പേജ് തരാൻ പോവാണ് 3 months pass എന്താ സുഖം പറയാൻ അങ്ങനെ എന്ത് ചെയ്തടാ 3 മാസം എന്ത് ചെയ്തടാ 3 months pass ഈ ഇവിടുന്ന് അങ്ങോട്ട് പോയത് എനിക്ക് അറിയാം മുന്നിലേക്ക് അല്ലാതെ ശ്രദ്ധിക്കേണ്ടിയിരുന്നോണ്ട് പേടിയോണ്ടാണ് അല്ലേ അല്ലേ ഞാൻ അവിടെ നിന്ന് കളിക്കല്ല ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു നോക്കൂ What happened? 3 months passed. I visited Maggie and her mother several times. ഞാൻ എന്ത് ചെയ്തു ഈ 3 മാസത്തിനിടയ്ക്ക് പലതവണ മാഗിയുടെ വീട്ടിൽ പോയി and her home and took Maggie to see the zoo. ഇക്കലാണ് സൂൻ കൊണ്ടുപോയി ആരുടെ മാഗി അല്ലേ she rode elephant ഇന്ത്യൻ രാജ ഇന്ത്യൻ എലഫന്റിന് ലോകം ഭയങ്കര എന്താണ് മടുപ്പല്ലേ അങ്ങനെ ഇന്ത്യൻ രാജ്യയുടെ പുറത്ത് ഒരിക്കലും അവിടെ കയറിയത് ഞാൻ ഓർക്കുന്നു സൂയിലേക്ക് പോയ സമയത്ത് അവിടെ ഇങ്ങനെ കറങ്ങി like all the other boys and girls how delighted she was to അവരുടെ അന്നത്തെ സന്തോഷം പറയണ്ട ഇതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ആരെ but no news had come from her there പക്ഷേ 3 മാസം കടന്നുപോയി എന്നാലേ ഇപ്പോഴും ഫ്രാങ്കിനെ കുറിച്ച് വീരവാഹ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ലൈൻ ചോദിച്ചാലും ഓർമ്മ വരണം അതുകൊണ്ടാണ് ടെക്സ്റ്റ് വാങ്ങി അല്ലാതെ ഞാൻ നിങ്ങൾ ആലോചിക്കുന്നത് 20 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സമ്മറി പറഞ്ഞാൽ എന്ത് രസം ഉണ്ടാവുന്നതിനേക്കാണ് മനസ്സിലായോ പക്ഷെ അത് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തത് ഈ കോംപ്രിഹെൻഷനും ഇതിന്റെ കോൺടെക്സ്റ്റ് സന്ദർഭം നിങ്ങൾ തന്നെ ചോദിച്ചിട്ട് മാഗിന്റെ കാലസ്കച്ച് വല്ലവരും പാസ് ചെയ്ത ടൈപ്പിലുണ്ടാവാൻ ചോദിക്കും അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് കേട്ടാ അദ്ദേഹത്തിനായി മിസ്സിസ് ക്രിഫോർഡ് അങ്ങനെ ഒരിക്കൽ എന്നോട് മിസ്സിസ് ക്രിഫോർഡ് പറഞ്ഞു നിങ്ങൾ എന്തായാലും വേണ്ടിയില്ല നിങ്ങൾ എവിടെ പോണം ഇന്ത്യൻ ഹൗസിൽ ഏതൊരു വിദേശ രാജ്യത്തും ഇന്ത്യൻ അംബാസഡർ എന്ന് പറഞ്ഞ് എംബസി അല്ലെ ഇന്ത്യൻ ഹൗസിൽ നിങ്ങളൊന്ന് പോകണം ലണ്ടനിലല്ല മനസ്സിലായോ എന്നിട്ട് നിങ്ങൾ എന്റെ മകനെ കുറിച്ച് വിവരം ചോദിച്ചറിയണം ഇങ്ങനെ കാത്തുക്കാൻ എനിക്ക് വയ്യ നമ്മ പറഞ്ഞ ആരെ ഏൽപ്പിച്ചു വിടുകയാണ് സോ വൺ ഡേ ഐ മേഡ് എൻക്വയറീസ് ഒരിക്കൽ ഞാൻ അവിടെ കയറി അന്വേഷിച്ചു അപ്പൊ എന്താ എനിക്ക് വലിയ വിവരങ്ങൾ പറഞ്ഞു എന്ത് വിവരമാണ് എനിക്ക് പറയാ അവിടെ എവിടെ എന്ത് വിവരം ഇന്ത്യൻ ഹൗസിൽ വളരെ സങ്കടവും നിങ്ങൾ ഗസ് ചെയ്താണ് പറയാണോ എന്തെങ്കിലും എന്തായി പറയുന്നത് എന്താണ് പറയൂ മുന്നിലൊരാൾ പറഞ്ഞേ നിങ്ങളൊന്ന് പറഞ്ഞേ എന്താ ഗസ് ചെയ്താണ് എന്തെല്ലാം മുന്നിൽ എന്റെ മുന്നിൽ സാധനമില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം എന്താണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ അതിർത്തിയിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എല്ലാം കണ്ടില്ലേ ട്രെയിനിന്റെ മോള് അല്ലെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ അല്ലെ അതിർത്തികൾ ജമ്മു കാശ്മീർ മറ്റേ ഇതൊക്കെ അതിർത്തികളാണ് അല്ലെ മനസ്സിലാണ്ട അപ്പൊ എന്താണ് ഐ വാസ് ടോൾഡ് ദ റെജിമെന്റ് ടു വിച്ച് ഫ്രാങ്ക് ബിലോങ്ഡ് വാസ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നുള്ള വിവരം കിട്ടി ഇത് ഞാൻ ആരോട് പറഞ്ഞു പറഞ്ഞു became extremely worried ഇത് കേട്ട സമയത്ത് ഭയങ്കര സംഗതി രാപ്പകലില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്റെ മകൻ ഇപ്പൊ അവിടെ യുദ്ധം നടക്കുകയാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ മീൻസ് അതിർത്തിയിൽ നിന്ന് കേട്ട സമയത്ത് വളരെ ടെൻഷനായി വൺ ഡേ ഐ റിസീവ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി ഷീറോ അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ വന്നു ഞാനിപ്പോ വിസിറ്റിംഗ് വന്നാൽ ഇവിടെ അങ്ങനെ ഞാൻ എന്റെ ബോസിന്റെ വീട്ടിലല്ലേ താമസം ലണ്ടനിലല്ല അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എനിക്കൊരു പോസ്റ്റ് കാർഡിൽ കത്ത് വന്നു ആരയച്ചതാ ആരയച്ചതാണല്ലോ മാഗി അയച്ച ലെറ്ററാണ് എന്തായിരുന്നു എന്റെ കണ്ടന്റ് പറയൂ കണ്ടന്റ് പറഞ്ഞ പെട്ടെന്ന് പറയൂ കണ്ടന്റ് പറയൂ Yes, very good, very good. My mother is very ill and അമ്മക്ക് തീരെ വയ്യ മിസ്റ്റർ ഗുപ്ത I have not been able to go to work for a week. ഞാൻ ഒരാഴ്ചയായിട്ട് ജോലിക്ക് പോയിട്ടില്ല കാരണം അപ്പോൾ അമ്മേൻ്റെ തന്നെ നമുക്ക് എണീക്കാൻ വയ്യ ഒന്നിനും വയ്യ We shall be extremely grateful. നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിട്ട് കേട്ടോ We shall be extremely grateful if you take the trouble to come to see us. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടാൽ വളരെ എന്താണ് We shall be extremely grateful. ഇതൊക്കെ പഠിച്ചേക്കണേ We shall be extremely grateful. We shall extremely grateful.
ഇതായിരുന്നു മനസ്സിലായല്ലോ. What is it? It's a letter written by Maggie to me. അങ്ങനെ ഞാൻ ഇവരെ ആരോട് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ ഇവരെ ആരോടായിരിക്കും പറയാം? I told the family ഇത് go my leave ഞാൻ താമസിക്കുന്ന വീട്ടുകാരോട് പറഞ്ഞു about Maggie. ആരെക്കുറിച്ച്? About Maggie and your mother. At breakfast I spoke of the letter. ഈ കത്തിനെ കുറിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലാളുടെ വീട്ടിൽ കഴിക്കണം പറഞ്ഞു. So my hostess എന്നോട് പറഞ്ഞു, okay, when you go take some money, ഏതായാലും ഒരു കാര്യം പോകുന്ന സമയത്ത് കാശ് എടുക്കാൻ നോക്കാം. കാരണം ഈ ലെറ്റർ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് എന്താണ്? The girl has not been able to go to work എന്നല്ല പറഞ്ഞത്. For a week she has not been received any pay. ഒരു കാശ് എടുത്തിട്ട് പൈസ എടുത്തിട്ടുണ്ടാവില്ല. It is probable that they are not. It is probable. സാധ്യത നല്ല കഷ്ടപ്പാടിന് സാധ്യതയുണ്ട്. ആടപ്പിന്റെ അർത്ഥം എന്താണ്? It is possible that they are hard up. They are hard. They are. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു? അറിയോ? സിമ്പിൾ ആയിട്ടുള്ള പറഞ്ഞത്. Set out. Again set out. What do you mean set out? പുറപ്പെടിട എത്ര തവണ പറഞ്ഞത്? പോയി പറയാം ഒരുപാട് എന്താണ് set out? എങ്ങോട്ടായിരിക്കും പുറപ്പെട്ടത്? സ്ഥലം ഓർക്കണം കേട്ടാ. I knocked at the door. ഞാൻ ലാംബത്തിലേക്ക് പോന്നു. I knocked at the Then Maggie opened it. She was looking much pulled out. ഞാൻ നേരത്തെ കണ്ട മാഗിയെ അല്ലട്ടോ. Her eyes were hollow and ringed. കണ്ണൊക്കെ കുയിലാണ് കണ്ണ്. മനസ്സിലായോ? Her eyes were hollow and ringed. കണ്ണിന്റെ വട്ടൊക്കെ ശരിക്കണം. Oh, thank you, Mr. Gupta, she exclaimed when she saw me. It is so kind, so grateful. How is your mother, Maggie? I asked. How is your mother? How is your study? How is your friend? നേരത്തെ നമ്മൾ ചോദിക്കില്ലേ? എന്റെ മകളെ ജോലിയൊക്കെ എങ്ങനെ പോകും? How is your mother? How is your mother? Then she is sleeping now. ആരാ പറഞ്ഞത്? She is sleeping now. And her condition is very serious. Her condition is very serious. The doctor says it is aggravated by her anxiety over Frank. എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു? ഫ്രാങ്കിനെ കുറിച്ചുള്ള ആൻസൈറ്റി കൊണ്ടാണ് രോഗം മോചിച്ചത് എന്നാണ് ആര് പറഞ്ഞത്? കണ്ടോ നിങ്ങള്? കണ്ടോ അയ്യരി കണ്ടോ? The doctor says it is എന്താണ് aggravated death അപ്പൊ? അപ്പൊ aggravate നിങ്ങൾ എന്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. Increase. Aggravate means increase. Aggravate means increase. Aggravate is opposite എന്താ? Alleviate. എന്താണ്? Decrease. Then there is no news from him. ഇതുവരെ എന്നിട്ട് ഒരു ന്യൂസ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. She may not be. എന്റെ അമ്മ ജീവിക്കില്ല എന്നാണ് പറയാണ്. മാഗി കുട്ടിയോട് പറയാൻ നിങ്ങൾ പറഞ്ഞിട്ട് മാഗി എന്ത് ചെയ്യണേ? She may not live. എന്റെ അമ്മ ഒരിക്കലും ഇപ്പൊ ജീവിക്കുന്നല്ല. ഇത്രയും വളരെ ബാഡ് കണ്ടീഷൻ. ഇതുവരെ വീട് കിട്ടിയില്ല. ഡോക്ടർ പറഞ്ഞു മകന്റെ വീട് കിട്ടിയ വേറെ ഫിസിക്കൽ പ്രോബ്ലം അല്ല, ബേജാറാണെന്നാണ് നേരെ പറഞ്ഞത്. So I tried to console Maggie. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? I tried to console. അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ആരെയാണ്? മാഗിയല്ലേ? I tried to console Maggie. Drying her eyes with my handkerchief. ഞാൻ അവളുടെ കണ്ണുനീരൊക്കെ എന്റെ ടവൽ എടുത്ത് തുടച്ചു. Drying her eyes with my handkerchief. Maggie controlled her. Maggie കയ്യിലോ എന്ത് ചെയ്യുന്നുണ്ട്? With an effort and said. ഈ കലങ്ങിയ കണ്ണുമായി മാഗി നമ്മുടെ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി ഒരു കാര്യം പറയും. I have a request to make you, sir. എനിക്ക് നിങ്ങളോട് എന്തുണ്ട്? റിക്വസ്റ്റ് ഉണ്ട്. I have a request to make you, Mr. Gupta. What is it, Maggie? പറയൂ എന്താണ്? Come into the sitting room. നിങ്ങൾ എന്റെ സിറ്റിംഗ് റൂമിലേക്ക് ഇവിടെ പറയണ്ട, നിങ്ങൾ എന്റെ സിറ്റിംഗ് റൂമിലേക്ക് I will tell you. I will എന്ന് പറയാം. എന്താണ്? I എന്ന് പറയൂ. I will tell you. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു? ടിപ്ടോൾ. എന്താണ്? തള്ളവിരൽ വെച്ച് മാത്രം ഞങ്ങൾ നടന്നത്. അല്ലേ? എന്തിനായിരിക്കും? സ്ലീപ്പിംഗ് പറഞ്ഞിട്ടുണ്ടല്ലേ? ആകെ ഫുള്ള് ടയർഡാണ്. നമുക്ക് ഒന്നും അറിയാം.
We tiptoed carefully into the sitting room. എല്ലാ sitting room ലേക്ക്. Lest the sound of our footsteps should disturb. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ lest the sound of our footsteps ആരെ ഡിസ്റ്റർബ് ചെയ്യും? Sick room. Who is the sick woman? This is because I turned when I reached the center of the room. അങ്ങനെ sitting room ലേക്ക് എന്താ പറയില്ല? Sitting roomന്റെ നടുക്കെത്തിയ സമയത്ത് ഞാൻ ചോദിച്ചു, what is your request, Maggie? I repeated my question. Maggie gazed up into my face. വീണ്ടും മാഗി പറയുന്നില്ല. With beseeching eyes, യാചിക്കുന്ന കണ്ണുമായി. Maggie, I waited. ഞാൻ waited. Then she covered her face. എന്നിട്ട് അവൾ ചെയ്തു? അവിടെ എന്തുകൊണ്ടാണ്? With her hands. With her hands. And wept silently. എല്ലാം വിരുമ്പാൻ തുടങ്ങി. അങ്ങനെ സ്പെല്ലിംഗ് ഓർമ്മണ്ടല്ല മറക്കാതെടാ. കാരണം സ്പെല്ലിംഗ് M-A-G-I-E. M-A-G-I-E. അങ്ങനെ I was in a fix. അങ്ങനെ എന്താണല്ലോ I was in a fix എന്ന് പറഞ്ഞാൽ ഇത് ആരെ പറയുന്നത്? ബുദ്ധ പറയാണ്. ഞാൻ ആകെ ഇടിയോട്ട് എങ്ങൊന്ന് ആലോചിച്ചു. ഏക ഒരു ഷർട്ടായപ്പോ വീട്ടിലെ അമ്മ ഏത് സമയത്ത് മരിക്കും. ഒരു ബ്രദറുണ്ട്. ഈ കുട്ടിയെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ചെയ്യും? അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? എന്തെങ്കിലും പറയാൻ വേണ്ടേ? I was in a fix. ഞാൻ ആകെ What could I say to console this girl? ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഈ കുട്ടിയെ സമാധാനിപ്പിക്കാൻ എന്ത് പറയാനാണ്? Her brothers was fighting on the fountain. ഒരു ബ്രദർ അവൻ എവിടെ ചെയ്യുന്നു? യുദ്ധത്തിലാണ്. യുദ്ധം നന്നാക്കാൻ എന്തോ പറയാൻ പറ്റുമോ? Only God knows whether he was live or not. ഇപ്പോൾ ഈ നിമിഷം അവൻ ജീവിച്ചിരിക്കുന്നോ എന്താണെന്നല്ല നമുക്ക് പറയാൻ പറ്റില്ല. Her mother was the only person she had on earth. അറിയാലോ, only person she had on earth എന്നതാ. If she lost her, നിങ്ങൾ ഇത് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അവളോട് മരിച്ചാൽ ആരോട് മരിച്ചാൽ ഈ കുട്ടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ കുട്ടിന്റെ പ്രായത്തിലാണ് 14 15 അല്ലെ 13 14 അല്ലേ? ഈ ഒരു കുട്ടി ത്രഷോൾഡ് ഓഫ് അഡോളസെന്റിലാണ് ഈ കുട്ടി ജീവിക്കുന്നത് അല്ലേ? അവൾ പിന്നീട് അവളുടെ ജീവിതവും അവളുടെ സേഫ്റ്റി എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. വെറും പട്ടിണി മാത്രമല്ല അവിടെ ചിന്തിക്കേണ്ടത്. മനസ്സിലാണ്ടോ? That is very important. So if she lost her, what could happen? What would happen? Were in London നഗരത്തിൽ put this girl on the threshold of her adolescence? എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് ആര് കരുതുകയാണ്? I pulled her hands away from her face. അങ്ങനെ ഞാൻ അവളുടെ രണ്ട് കൈ അവളുടെ മുഖത്ത് നിന്ന് ബലം പ്രയോഗിച്ച് മാറ്റി. കരയില്ല, don't cry. Maggie, tell me what you wish to me. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്ത് റിക്വസ്റ്റ് ആണ് എന്നോട്? എന്ത് റിക്വസ്റ്റ് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നീ അത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. If there anything I can do to help you. എന്താണ് പറയുന്നത്? I can do to help you. I shall not hesitate. ഒരു മടിയുമില്ല. മടിക്ക് എന്താ പറയാ? Hesitate. എന്ന് പറയോ? Hesitate. ഒരുപാട് വേർഡുകൾ പഠിക്കട്ടെ. Hesitate. ഒരു മടിയില്ലാതെ ഞാനത് ചെയ്തോളാം. ഞാനത് I shall not hesitate. Mr. Buddha, the girl said, I do not know what you will think of the request I am going to make. പക്ഷേ ഇത് ഞാൻ റിക്വസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. ഈ റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. മനസ്സിലാണോ? അത് പറഞ്ഞിട്ട് വീണ്ടും കുട്ടി പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് ഈസ് വെരി വെരി റോങ്. അതൊക്കെ നോക്കണേ, ഓരോ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇങ്ങോട്ട് വരുന്നത്. ഈ റിക്വസ്റ്റ് പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന റിക്വസ്റ്റ് വലിയ അബദ്ധവും ഉണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ. പ്ലീസ് ഫോർഗീവ് മീ. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഡു യു, നീ കാര്യം പറ, ഇങ്ങനെ പറയല്ല. വാട്ട് ഡു യു വിഷ് ടു ആസ്ക്? എന്താ ഇത് ചോദിക്കാനുള്ളത്? അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്. റിക്വസ്റ്റ് ഇവിടെ പറയുന്നുണ്ടല്ലേ നോക്കാം. All day yesterday. ഇന്നലെ മുഴുവൻ ടൈമിലും മദർ kept saying, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെന്താ പറയാ? kept saying എന്ന് പറയുന്നത് keep saying ആണ് past kept saying. മനസ്സിലായോ? keep on calling എന്നാണ് ഒരാളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണ് keep on calling. kept saying എന്നാ മീനിങ്? പറഞ്ഞുകൊണ്ട് ഇന്നലെ മുഴുവൻ എൻ്റെ അമ്മ, ഇന്നലെ അമ്മക്ക് ബോധമുണ്ടായിരുന്നു, ഇന്ന് ബോധമല്ല. മനസ്സിലായോ? അപ്പൊ ഇന്നലെ അമ്മ മുഴുവൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഉണ്ടായി. എന്താണ്? If Mr. Gupta will come and gaze into the crystal, ഒന്നുകൂടി ആ മിസ്റ്റർ ഗുപ്ത ഒന്ന് വന്നിട്ട് ക്രിസ്റ്റലിനോട് ഒന്ന് നോക്കിയാൽ he might learn something about Frank. ഇത്തവണയെങ്കിലും നമ്മുടെ ഫ്രാങ്ക്
എന്തെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലും മകളെ നിങ്ങൾ പറയുമായിരുന്നു. മിസ്റ്റർ ഗുപ്ത is a Hindu. മിസ്റ്റർ ഗുപ്ത ഹിന്ദു അല്ലേ മകളെ? She said, if only he would come, she said, that is why I wrote. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് that is why I wrote it to you. I wrote the letter എന്ന് പറയണമെന്നില്ല. I wrote അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി. വെരി ഗുഡ് വെരി ഗുഡ്. ഒരിക്കൽ കൂടി ക്രിസ്റ്റലിനെ നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞു അല്ലേ? If you want me to try once more, ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രമിച്ചാൽ go and bring me in. അപ്പൊ നീ എന്താ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഞാൻ ക്രിസ്റ്റലിനെ ഒന്ന് നോക്കണം. അത്രയല്ലോ? ഓക്കെ ശരി ശരി. Go and bring me the crystal. Yeah, of course I will do it. Don't do. പക്ഷേ ഇവിടെ വേറെ സംഭവമാണ്. But if you don't see anything again this time, ഏത് സമയത്ത് മണിക്കൂറുകൾ കഴിഞ്ഞ് നിൽക്കുന്ന അമ്മാണ് മനസ്സിലാണ്ടോ? ഇത്തവണയോട് നോക്കി നിങ്ങളുടെ കയ്യിലേക്ക് സോറി എന്ന് പറഞ്ഞ് തന്നാൽ അപ്പൻ്റാണ്. അതോടുകൂടി തീരുമാനം. മനസ്സിലാണ്ടോ പറയണേ? മനസ്സിലാണോ? അപ്പൊ റിക്വസ്റ്റ് എന്ത് മാത്രമല്ല ക്രിസ്റ്റൽ രീതിയിലൂടെ നോക്കൽ മാത്രമല്ല. മനസ്സിലായോ? വെരി ഗുഡ് വെരി ഗുഡ്. If you don't see anything again this time, I understood what Maggie mean. എനിക്ക് മനസ്സിലായി മാഗി എന്താ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്തവണ നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്ത് അറിയണം? മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് മാഗി ഉദ്ദേശം മനസ്സിലായത്. I understood what Maggie meant. Maggie means men. മനസ്സിലായോ? മാഗി ഉദ്ദേശിച്ചത് മാഗി ഉദ്ദേശിച്ചത്. So I was silent. അങ്ങനെ ഞാൻ എന്തായി? മിസ്റ്റർ ഗുപ്ത, I have reading books. പക്ഷേ ഇത് നേരത്തെ ആർക്ക് മനസ്സിലായിട്ടുണ്ട്? എനിക്ക് ഈ കുട്ടിക്ക് എന്താ പറയാനുള്ള റിക്വസ്റ്റ് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടി നോക്കുന്നത് എത്രത്തോളം നിഷ്കളങ്കമാണ് നോക്ക്. സിൻസിയർ. മിസ്റ്റർ ഗുപ്ത, I have reading books that Hindus are extremely truth-loving. Hindus extremely truth-loving ആണെന്ന് ഞാൻ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്. വളരെ സത്യസന്ധരാണ്. If you could bring yourself to tell mother only once, ഒരിക്കൽ കൂടി കേട്ടോളെ കേട്ടോളെ. എന്നാൽ ഒരു തവണ ഒരേ ഒരു തവണ ക്രിസ്റ്റൽ റിംഗ് നോക്കി അമ്മയോട് after looking into the crystal, the Frank is all right. Frank ഒക്കെയാണ്, ഒരു പ്രശ്നമില്ല, ഫ്രാങ്ക് ജീവിച്ചിരിപ്പുണ്ട്, ഫ്രാങ്ക് ഫൈനാണ് എന്ന് ഒരേ ഒരു തവണ പറയുന്നത് നിങ്ങളുടെ നിഘണ്ടുവിൽ വലിയൊരു കുറ്റമാണോ എന്നാണ് ചോദിക്കുകയാണ്. കാരണം ഞാൻ എന്ത് കേട്ടിട്ടുണ്ട്? ഹിന്ദുസ് ആർ ട്രൂത്ത് ലവിംഗ് എന്ന് ഇതിന് വലിയ കുറ്റമാകുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുകയാണ്? ആ ഡയലോഗ് അതേപോലെ തന്നെ പഠിച്ചിരിക്കണേ. ഒരു മാറ്റം ഉണ്ടാകും. ഇതൊരു വലിയ പക്ഷെ ഇത് തിരിച്ചെടുത്തു. ഇത്രയും ചെറിയൊരു പെൺകുട്ടിക്ക് മുതിർന്ന ആളോട് കള്ളം പറയാൻ നിർബന്ധിച്ചതിന്റെ നിങ്ങളുടെ ന്യായീകരണം എന്താണ്? അപ്പൊ നിങ്ങൾക്ക് രണ്ട് ആൻസർ ചെയ്തു. നിങ്ങൾക്ക് ന്യായീകരിച്ചുകൊണ്ടില്ല. കാരണം താങ്കളുടെ വലിയൊരു ഹോളി കോസിന് വേണ്ടി, ഒരു മഹത്തായ കാരണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കള്ളം പറയുകയാണ്. ടു സേവ് എ ലൈഫ്. അതിലൂടെ ഒരു ഓർഫൺ ഇല്ലാണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ്. ടു സേവ് എ ലൈഫ്, ആരുടെ ലൈഫ്? അതുപോലെ ഒരു ഓർഫനെ ഇല്ലാതാക്കാൻ അല്ലെ? അങ്ങനെ. എന്നാൽ അങ്ങനെ അല്ല. അങ്ങനെ ഒക്കെ ആണെങ്കിൽ കള്ളം തന്നെ ആ പറയുന്നുണ്ടോ? അങ്ങനെയില്ല. പക്ഷെ അതിന് എന്ത് കൊടുക്കണം? എക്സ്ട്രാ. അല്ലാണ്ട് യെസ് നോ ചെയ്യാൻ പോലെ ഒരു അഗ്രി എന്ന് വെച്ചാൽ യെസ് ചെയ്യാൻ മാറ്റില്ല. ജസ്റ്റിഫൈ യുവർ ആൻസർ. അത് നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ മനസ്സിലായോ? ഓക്കെ ശരി. അപ്പൊ ഇവിടെ എന്താ കുട്ടി പറഞ്ഞത് മനസ്സിലായോ? കുട്ടിയുടെ റിക്വസ്റ്റ് എന്താണ്? ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരേ ഒരു തവണ ഇത് പറയുന്നത് എന്താണോ? will it be very 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 wrong? As she spoke, അത് പറഞ്ഞു തീർന്ന ഉടനെ tears streamed. തുള്ളി വീഴുന്നല്ലോ. ഒഴുകുകയാണ്, കണ്ണീരിങ്ങനെ ഒഴുകുകയാണ്. അപ്പൊ എത്രത്തോളമാണ് ഈ റിക്വസ്റ്റ് മനസ്സിലായോ? അവിടെ നടത്തുന്നത് നോക്കണം. അങ്ങനെ ഞാനൊരു നിമിഷമാണ് ഞാനായിട്ട് വലിയ കുഴപ്പമൊന്നുമല്ലല്ലോ. ഞാനിങ്ങനെ ആലോചിക്കാം, കുട്ട സ്വയം ആലോചിക്കാം. I am not virtuous. I am not very virtuous. I have done my sinful things. ഒരുപാട് തെറ്റുകൾ എന്റെ ലൈഫിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ടാകും. So I decided to do this. അതുകൊണ്ട് ഞാനിതും I would be the least of my offense. Please man, don't cry. Karan. Very sorry. Where is the rain? Let me take a good look at this. ഞാൻ ഇത് കഴിഞ്ഞ നോക്കണല്ല, ആത്മാർത്ഥമായിട്ടൊന്ന് നോക്കിയോളൂ. നിന്റെ സാഹചര്യം പ്രയാസം വെച്ചുകൊണ്ട് ഞാൻ ഇത് ആത്മാർത്ഥമായിട്ടൊന്ന് ശരിക്കും നേരിട്ട് കാണാൻ മനസ്സിലാണ്. അത് കണ്ടതുപോലെ ആയിക്കില്ലല്ലോ. കാരണം നേരിട്ട് ആത്മാർത്ഥമായി തന്നെ നോക്കട്ടെ. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ I will do
മനസ്സിലായോ? extra breakfast. Let me take a good look. Add a good look എന്നുള്ള ശബ്ദം. Good look at this time. I will do see anything I shall do as you suggest. God will forget me if it is wrong. എടാ മാപ്പ് തരാം തെറ്റാണ് പക്ഷെ ഞാനത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. Don't worry, don't cry my child. അങ്ങനെ മാഗി brought me the ring. മാഗി എന്ത് ചെയ്യുന്നു? brought me the ring. I took it and said, see if your mother is away. എന്താണ് പറഞ്ഞത്? അമ്മ ഇതൊക്കെ നോക്കും. അമ്മ കണ്ണ് തുറന്നാണോ കണ്ണ് തുറന്നല്ലേ കട്ടുന്നത് നോക്കും. മനസ്സിലായോ? ആര് പറയാണ്? ഗുപ്ത മാഗിയോട് പറയും. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു അല്ലേ? 58 minutes passed before Maggie come back. മാഗി അവനെ പോയി തിരിച്ചു വരും. Mother is away. Okay, അമ്മ എഴുതി. I have told her you are here. നിങ്ങളുടെ വന്നത് ഞാൻ ചെറിയ പോയി വന്നിട്ടുണ്ട്. May I see her now? ഞാൻ പോയി കാണട്ടെ. Okay, please come. അതിനെ സമ്മതം ചെയ്തിട്ടാണ് പോകുന്നത്. I approach the mother's bedside. I approach. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. Approach ചെയ്യാനല്ലോ. സമീപിക്കുക. I approached her. The mother's bedside. The ring was in my hand. എന്റെ കയ്യിൽ എന്തുണ്ടല്ലോ? മോതിരമുണ്ട്. ഞാൻ എങ്ങനെ പോവാണ്? അങ്ങനെ തലക്കിലുള്ള നമ്മളെ ശരീരം. Wishing her a good morning. Good morning, Mrs. Clifford. Your son is alive. ഇങ്ങോട്ടൊന്നും റിപ്ലൈ ഒന്നും കിട്ടില്ല കേട്ടോ. നാവൊന്നും കൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ആണല്ലോ ഗുഡ് മോർണിംഗ് പറയില്ല. മനസ്സിലായോ? ഞാൻ ഗുഡ് മോർണിംഗ് ആയിട്ട് പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? Your son is alive. എന്താ പറഞ്ഞാ? Your son is alive. Your son is alive. And he is well. ജീവിച്ചിരിപ്പുണ്ട് മാത്രമല്ല കേട്ടോ. ഇത് രണ്ടുമായിട്ട് കേട്ട സമയത്ത് വാഴ ഇങ്ങനെ മുഖത്ത് കേട്ട് നമ്മൾ ചെയ്തു. ഓൾഡ് വുമൻ റൈസ്ഡ് ഹർ ഹെഡ്. തല എണീറ്റ് അല്ലേ? തല തലയാണ് പൊക്കാൻ ശ്രമിച്ചു. A little from the pillow. Little of the pillow. Did you see? the crystal ചോദ്യം കേട്ടോ നിങ്ങൾ. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അല്ല മോനെ അത് നീ ക്രിസ്റ്റൽ റിംഗ് നോക്കി കണ്ടതാണോ? എന്നാലൊക്കെ മനസ്സിലാണോ? അത് വെറുതെ പറഞ്ഞാണോ അതോ ക്രിസ്റ്റൽ റിംഗ് നോക്കി കണ്ടതാണോ എന്നാണ് ചോദ്യം. മനസ്സിലാണ്ടോ? Okay, did you see that in the crystal? She asked. Yes, Mrs. Clifford. I answered with that. You will not know. I am talking to the boy. Okay, ma. Okay, Mrs. Clifford. I have seen it. Okay, ഞാൻ കണ്ടു. അങ്ങനെ താത്ത ഡ്രോപ്പ് ഇട്ടേ. അങ്ങനെ അതും ഞാൻ ചോദിച്ചാൽ അങ്ങോട്ട് അത് ചോദിക്കാനായിട്ട് അങ്ങനെ tears of happiness അല്ലേ? കണ്ണുനീര് സന്തോഷാശ്രുക്കൾ അല്ലേ? കണ്ണുനീരായിട്ട് ഇങ്ങനെ അവിടെ അല്ലേ കണ്ണിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നുണ്ടായി. തെരഞ്ഞു കിടക്കുമ്പോൾ ഇങ്ങനെ വാൽക്കണ്ണിലൂടെ she whispered faintly. എല്ലാം ഇങ്ങനെ പറയുന്നത് നമ്മളൊന്നും കേൾക്കൂല. God bless you. എന്താ പറയുന്നത്? എന്നോട് പറയാണ്ടോ ഈ ന്യൂസ് കൊടുത്തതിന് അല്ലേ? എല്ലാം അങ്ങനെ പറയാം. അങ്ങനെ പറയാലോ. വീണ്ടും ഒരാഴ്ച കടന്നു പോയിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ പറയുന്നില്ല. മിസ്സിസ് ക്ലിഫോർഡ് മിസ്സിസ് ക്ലിഫോർഡിന്റെ അസുഖമൊക്കെ പക്ഷേ ഇവിടെ വലിയ സംഭവം ഉണ്ടാകുന്നുണ്ട്. എന്താണ് ആ സംഭവം നോക്കൂ നിങ്ങളെ. It was almost time for me to return to my country. നോക്കണം, മിസ്റ്റർ ഗുപ്തക്ക് കാലാവധി കഴിയുന്നു. നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് തിരിക്കാനുള്ള ടൈം. ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. I wished to go to Lambeth to say goodbye to Miss Maggie and her mother. എനിക്ക് അവിടെ പോകണം താല്പര്യമുണ്ടായിരുന്നു. മാഗിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകണമെന്നും അവരുടെ ഗുഡ്ബൈ പറഞ്ഞ് പോകണമെന്നും താല്പര്യമുണ്ടായിരുന്നു. ബട്ട് അവിടെ സംഭവം അതായത് പറഞ്ഞത് അവിടെ എന്തുണ്ട്? പ്രോബ്ലം. ബട്ട് the family was in mourning. The family എവിടെയായിരുന്നു? മോർണിംഗിലായിരുന്നു. മോർണിംഗ് എന്നതാ ദുഃഖാദരം. എന്നാണ് രാവിലെ കാണോ സ്പെല്ലിംഗ് പ്രത്യേകം ചെയ്യണം. ഒരേ രൂപത്തിലെ പറയും. അച്ഛനൊക്കെ അർത്ഥവ്യത്യാസം. ഫാമിലി ദുഃഖാചരണത്തിലായിരുന്നു. ഫാമിലി എന്ത് സംഭവിച്ചു? Frank had been killed in the fighting on the front. Frank എന്ത് ചെയ്തു? A month ago, Maggie had sent me a card. ഒരു മാസം മുമ്പേ മാഗി ഒരു കത്ത് അയച്ചിരുന്നു. ആർക്ക്? അല്ലേ? എന്തിനാ? ബ്ലാക്ക് ബോർഡർ ആയിരുന്നു കത്തിനുണ്ടായിരുന്നു. ബ്ലാക്ക് ബോർഡർ. I
calculator from the date അങ്ങനെ ഞാൻ കണക്കൂട്ടി വെക്കും. ഏത് ഈ കത്ത് വന്ന ദിവസവും ഞാൻ പറഞ്ഞില്ലേ ക്രിസ്റ്ററിൽ നോക്കി പറഞ്ഞ മനസ്സിലായോ? ഞാൻ ക്രിസ്റ്ററിൽ നോക്കി പറഞ്ഞ കണക്ക് I calculated from the date and I found that Frank had been dead some days when I told his mother he was alive and well. നിങ്ങളുടെ മകന് സുഖമാണ്, സുഖമായിരിക്കുന്നു ഞാൻ പറഞ്ഞ ദിവസത്തിനേക്കാണ് 4 ദിവസം മുന്നേ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോവോ ഗുഡ് ബൈ പറയാൻ? നിങ്ങൾ ആലോചിച്ചു പോവോ? ഇല്ല. അപ്പൊ ആ കത്തിൽ പറയുന്നത് ഇത്രാം തീയതി എന്റെ ബ്രദറെ മരിച്ചിരിക്കുന്നു. മനസ്സിലാണ്ടോ? മനസ്സിലാണ്ട? ഈ പറഞ്ഞതിന്റെ 3-4 ദിവസം മുന്നേ മുന്നിൽ നോക്കി വന്നതിന് മുന്നാണ് ഇവൻ മരിച്ച ഡേറ്റ് ഞാൻ കണക്കൂട്ടി. കത്തിൽ പറയുന്ന വിവരം അനുസരിച്ച് ഇവൻ ഈ പറയുന്നതിന്റെ 3-4 ദിവസം മുന്നേ നോക്കെ അതുകൊണ്ട് I told his mother he was alive and well. I felt ashamed. എന്തായി? To face this report. Okay, ചാല ഫേസ് ചെയ്യാൻ അപ്പോൾ അടയ്ക്കുന്നല്ല നല്ല അറിയുന്നില്ലല്ലേ അടങ്ങനെ പോയിട്ട് അത് എന്താ പറഞ്ഞത്. So I wrote a letter to them. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? letter announcing my departure. എന്ത് അനൗൺസ് ചെയ്തോ? മകളെ ഞാൻ എത്രാം തീയതി പോവുകയാണ്, bidding them goodbye. The morning of my last day in London ആണ് അങ്ങനെ അവസാന ദിവസമാണ് പോകേണ്ട അവസാന ദിവസം രാവിലെ. I was to leave before night. രാത്രിക്ക് മുമ്പേ പോകുന്നു ചെയ്യേണ്ടതുണ്ട് പോകേണ്ടത്. As I was breakfast with my family, എന്റെ ഫാമിലിയോട് കൂടി ബോസിന്റെ ഫാമിലിയോട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ there was a knock at the door. There was a knock at the door. Who was that? ആരാ നോർമൽ അല്ല ഈ ചിത്രം എടുക്കാടാണ്. There was a knock at the door. അതായിരിക്കും a minute or two later I made it to servant. ആ വീട്ടിലെ സെർവന്റ് വന്ന് എന്നോട് പറഞ്ഞു, please sir, Mr. Gupta, Miss Clifford എന്ന പേരുള്ള ഒരു കുട്ടി has come to see. My breakfast was unfinished. ആ സമയത്ത് ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ്, ഫിനിഷ് ആയില്ല. Maggie had come to say goodbye. Maggie എന്തിനു വന്നാണ്? എനിക്ക് ഗുഡ് ബൈ പറയാൻ വേണ്ടി. നോക്കൂ, last she be able to for office for me. Last she be late for office because of me. എന്താ ഓഫീസിൽ വൈകുന്നേരം അതിരാവിലെ വന്നാൽ മനസ്സിലാണ്ടോ? ഓഫീസിൽ സമയത്തിൽ എത്താൻ ടൈപ്പിസ്റ്റല്ലേ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ നേരത്തെ പുറപ്പെട്ടിട്ടുണ്ട്. I took the permission of my hostess. അതുകൊണ്ട് എന്റെ ഹോസ്റ്റസിന്റെ പെർമിഷൻ വാങ്ങുന്നു. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുന്നു. ഭക്ഷണം ഫുള്ളാവാത്തതിന്റെ പേരിലാണ് സോറി പറയുന്നത് ഹോസ്റ്റസിനോട് ബോസിനോട്. അങ്ങനെ എഴുന്നേൽക്കുന്നു. മാഗി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ ഹാൾ. മാഗി റൂമിലേക്ക് വന്നു. She was wearing black. ഏത് ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്? Black dress, because they are in the morning. They are in the morning. I took her into the adjoining library. ഞാൻ അവളെ ആ വീട്ടിലുള്ള ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി, റീഡിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. Made her sit down. അവിടെ ഇരുത്തിച്ചു എന്ന് വരാൻ അവിടെ എന്ത് വേണം? Made her sit down. അതാണ് സിറ്റുക എന്ന് പറഞ്ഞാൽ അയാൾ ഇരുന്നു പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് അന്നേരം നമ്മൾ make the young seeker to fly എന്ന് പറഞ്ഞില്ലേ? Made her sit down. Are you leaving today? അല്ല, താങ്കൾ ഇന്ന് പോകാനാണ് മിസ്റ്റർ ഗുപ്ത? Yes, Maggie. Today is the last day of. How long will you take to reach your country? അല്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്താൻ എത്ര ദിവസം? മാഗി ചോദിക്കേണ്ട ചെറിയ കുട്ടിയാണ് അല്ലേ? A little more than 2 weeks. 2 ആഴ്ച ഏകദേശം അല്ലേ? 2 ഇന്ത്യയിലേക്ക്. അപ്പം എന്തായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ? ഷിപ്പ്. In what part of country do you live? അല്ല, നിങ്ങൾ അവിടെ ഇന്ത്യയിൽ ശരിക്കും എവിടെയാണ്? I have entered the Punjab Civil Service. ഞാനിപ്പോൾ പഞ്ചാബ് സിവിൽ സർവീസിലേക്കാണ് പ്രവേശിക്കുന്നത്. I shall not know. പക്ഷേ എനിക്ക് പോസ്റ്റിംഗ് വരുമ്പോൾ എൻ്റെ പോസ്റ്റിംഗ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയാം. I shall not know exactly. I am posted until I arrive. അതാണ് ടീച്ചർ ചെയ്തിട്ടുള്ളൂ. Is the frontier very far from there? അല്ല, ഫ്രോണ്ടിയർ നിങ്ങളിൽ നിന്ന് വളരെ വിദൂരത്താവാൻ സാധ്യത. അത് എത്തിയിട്ടോ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ വളരെ ദൂരത്താവാൻ സാധ്യത. നോ, അത് അത്ര സാധ്യതയില്ല, വളരെ അടുത്ത് തന്നെ. അപ്പം അറിയാം, കൃത്യമായ അഡ്രസ്സാണ് കൊടുക്കുകയാണ്. എന്തിന്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്? ഫ്രാങ്കിനെ മെറി ചെയ്തിരിക്കുന്ന സ്ഥലം. ഫ്രാങ്ക് ഈസ് ബറീഡ്. കൃത്യമായിട്ട് ഓർക്കണേ, ഇത് ഓർത്താനുള്ള കാര്യം നിങ്ങൾക്ക് കേട്ടോ. ഫ്രാങ്ക് ഈസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺട്രോ. കൃത്യമായ അഡ്രസ് പറയൂ. ഫോർട്ട് മോൺട്രോ, ദരാഗാസി ഖാൻ. അഡ്രസ് ഇതാ, ദരാഗാസി ഖാൻ, കിഴക്കൻ പഞ്ചാബ്. ഫോർട്ട് മോൺട്രോ, ദരാഗാസി ഖാൻ, പഞ്ചാബ്. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
eyes were filled with tears. ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഈ കുട്ടിയുടെ കണ്ണുനീരില്ലേ ഫ്രണ്ട് ബ്രദറിനെ ബറി ചെയ്ത സ്ഥലമൊക്കെ പറയുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ കരയുന്നു, വല്ലാതെ കരയുന്നുണ്ട്. When I go to that part of country, നോക്കണേ നിങ്ങള്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. പബ്ലിക് ക്വസ്റ്റ്യൻ ഈ ഏരിയ കൊടുക്കും കേട്ടോ. എന്താണ് മാഗിക്ക് ഗുഡ കൊടുത്ത ഓഫർ പ്രോമിസ് എന്താണ്? When I go to the part of the country, ഞാൻ അവിടെ പോയാൽ എന്റെ നാട്ടിലെത്തിയാൽ ആ സ്ഥലം ഞാൻ സന്ദർശിക്കും. എന്നിട്ട് I shall visit your brother's grave. I shall visit your brother's grave and write to you. എന്നിട്ട് ഇതാരെ കൊടുത്ത പ്രോമിസാണ്? എന്നിട്ട് അവിടെ പോയിട്ട് എഴുതുന്ന കത്ത് നിങ്ങളോട് എഴുതാൻ പറയണം. മനസ്സിലാകുന്നുണ്ടോ? ഇത് കൊടുക്കും, ഇതേ സംഭവം കൊടുക്കും, ഈ കോണ്ടാക്ട് അവിടെ കൊടുക്കും, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. ഏത് ആരും കൊടുക്കുന്ന അഡ്വൈസർ when I go to the part of country I shall visit your brother's grave and write to you എന്നാ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്നിട്ട് what is the likely letter? എന്ത് തരം കത്തായിരിക്കും, അതിലുള്ള കണ്ടന്റ് എന്തായിരിക്കും, ഡ്രാഫ്റ്റ് ആയിരിക്കും, ആരായിരിക്കും? ഒരു ബുദ്ധിയുള്ള കുട്ടിയായി ലെറ്റർ മോഡൽ എഴുതില്ലേ, ഇതിന് ഫ്രം അഡ്രസ് എന്താ എഴുതാ? ഫോർട്ട് മോൺട്രോ അല്ലേ, ഫ്രം മിസ്റ്റർ ഗുപ്ത. എന്ത് ചെയ്തു? ഫോർട്ട് മോൺട്രോ ദരാഗ്രാഫിക്കൻ. മറ്റെന്ത് ചെയ്തു? ചൂൽ എന്ത് ചെയ്തു? പിൻകോഡ് നമ്പർ വെക്കുന്നത് കൊടുക്കും, സെന്റ് മാർട്ടിൻ ലെയിൻ കൊടുക്കും, പിന്നെ ലണ്ടൻ അഡ്രസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ പേര് എഴുതാം കേട്ടോ. ടു മാഗി ലാംബർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം വരുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ വേറെ ചോദ്യത്തിന് എന്തെങ്കിലും സാധ്യത അവിടുത്തെ ഫോർട്ട് മോൺട്രോയിൽ എത്തിയിട്ട് അദ്ദേഹം ഉൾപ്പെടുന്ന പട്ടാള ക്യാമ്പിൽ ആരെങ്കിലും കോൺവെർസേഷൻ ഗുപ്തയും താങ്കളുടെ ഫ്രണ്ട്സും തമ്മിലുള്ള എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ. അപ്പൊ അവര് പറഞ്ഞിട്ടോ വളരെ നൈസായ ഒരു കാര്യമായിരുന്നു ആ പ്രാർത്ഥന പറഞ്ഞില്ലേ ഹവാറിയോട് ചോദിച്ചത്. അങ്ങനെ 5-6 ഡയലോഗ് ചോദിക്കുന്നു. ഇതൊക്കെ അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പരീക്ഷയുടെ പ്രത്യേകത ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്ന് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾ രസകരമായിട്ട്, അല്ലാതെ ഒരു വലിയ ടഫായിട്ട് ഒരു ടാസ്ക് ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളെ വലിയ പണി തരാനല്ല ഒന്നും ചെയ്യുന്നത്, നിങ്ങളെ വ്യത്യസ്ത ഏരിയകള് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ കണ്ടാലും മനസ്സിലാണോ, വലിയ ടെൻഷനായി കാണണ്ട. ഇതിന് ഞാൻ ഇവിടെ റാങ്കാരും അല്ലാത്തവരും എനിക്ക് പെർഫെക്റ്റ് ആൻസർ ഉണ്ടാവില്ലല്ലോ. ഇതിന് ഫിക്സഡ് ആയിട്ട് ആൻസർ ഉണ്ടോ ഇല്ല. അവൻ്റെതായ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ചിലപ്പോൾ നിങ്ങൾ ആൻസർ ആയി മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് കണ്ടോ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഇതാണ് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻ. മനസ്സിലാണോ? 100 മാർക്കിന് ചോദ്യം അല്ലെങ്കിൽ 60 മാർക്കിന് ക്രിയേറ്റീവ് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവും. മനസ്സിലാണോ? നേരെ വന്നൊരു കോമ്പിനേഷൻ കൊടുത്ത് താഴെ ചോദ്യം ചോദിക്കുന്ന കോമ്പിനേഷൻ ആയിരിക്കും ക്രിയേറ്റീവ് ടൈപ്പാണ്. ഇല്ല, അതെന്താ പഠിച്ച ഭാഗം മനസ്സിലാക്കുന്നോ ചെയ്യണം, മറ്റേ സ്വയം എഴുതാൻ വേണ്ടി പറയും. അതാണ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത്. മറ്റേന്താ പറയാ കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻ. എന്താ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുന്ന കാര്യമാണ് പറയാ. അതെന്താ അറിയെങ്കിൽ അതിൽ ചോദ്യം ചോദിക്കണ്ടേ, ആ പാസേജ് ചോദ്യം ചോദിച്ചാലേ ആ പാസേജ് മനസ്സിലായെന്ന് അറിയുള്ളൂ. കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ടൈപ്പില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ തീരാൻ പോകണേ. അപ്പൊ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ? ഇറ്റ് വോണ്ട് ബി troublesome for you. അത് നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാകുമോ? ഏത് വലിയ ബുദ്ധിമുട്ടാകുമെന്നല്ല, അങ്ങനെ പോയിട്ട് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി or inconvenient മാഗി ആസ്ക് why should it? എന്തിന്? ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല. ദരാഗാസിക്കാൻ is not very far from where I shall be. ഞാൻ എത്തുന്ന സ്ഥലത്ത് നിന്ന് അതിവിദൂരത്തൊന്നും ആവാൻ സാധ്യതയില്ല. എന്റെ ബ്രദറിനെ മറവ് ചെയ്ത സ്ഥലം ശ്രദ്ധിക്കണേ. മറവ് ചെയ്ത സ്ഥലം വളരെ ദൂരത്തൊന്നും ആവാൻ. ഓക്കെ, വെരി ഗുഡ്. ശ്രദ്ധിക്കുക, don't look outside. So it will be certainly possible for me to go there someday. ഞാൻ പോകുകയല്ലേ, I will write and tell you about it. Maggie's face was filled with gratitude. Maggie's filled with gratitude. She thanked her voice talked. അങ്ങനെ പറയും thank you എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ തൊണ്ട ഇടറുന്നു. Choked. Her words choked. Her words are choked. തൊണ്ട ഇടറുന്നു. And she took a shilling out of her pocket. ടൈറ്റിലേക്ക് വരികയാണ്, ടൈറ്റിലേക്ക് വരുന്നു കേട്ടോ. ടൈറ്റിന്റെ കണക്ഷൻ ടൈറ്റിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ദ റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ 6 മാർക്ക്. അതായത് പ്രൈസ് ഓഫ് ഫ്ലവർ എന്നുള്ള ടൈറ്റിൽ തന്നെയാണ് ഈ കഥ ഏറ്റവും യോജിച്ചതെന്ന് മനസ്സിലായോ?
justify in writing the price of flowers. അതിന്റെ ആൻസർ ആണ് ഇനി നമുക്ക് ഇപ്പോ പറയാം. കേട്ടോ എല്ലാവരും? It will be certainly possible for me to go to there by Sunday എന്ന് പറയും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവില്ലല്ലോ എന്ന് പറയുന്നു. നന്ദി പറയുന്നു. ആ നന്ദി പറയുന്ന സമയത്ത് അവരുടെ വാക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. She took a shilling out of her pocket. അവരുടെ പോക്കറ്റിൽ കൈയിട്ട് അവൾ എന്ത് ചെയ്യാണ്? ഒരു ചില്ല, നമ്മൾ ഒരു രൂപ 2 രൂപ കോയിൻ പറയില്ലേ, അതുപോലെയാണ് അവിടെ എന്ത് പറയാ? ഷില്ലിംഗ്. എന്താ പറയാ? അവരുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് അവള് നാണയം എടുക്കണം അല്ലേ? അങ്ങനെ പോക്കറ്റ് ആൻഡ് put it down on the table. ഇത് എന്റെ മുന്നിലാണ് വെച്ചു. മനസ്സിലാണ്ടാ പറയുന്നത്? എന്റെ മുന്നിലാണ് കോയിൻ അവിടെ വെച്ചു. Say, please buy flowers with this shilling. നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യണം? ഫ്ലവേഴ്സ് വാങ്ങണം. കണ്ടോ? ഈ കാശ് ആരാത്തില്ലെന്ന് ഉച്ചപ്പട്ടിണി കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് തിരിച്ചറിവുണ്ടാണെന്ന് കേൾക്കുന്നത്. മനസ്സിലാണ്ടോ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ആ പൂവിന്റെ വില നമുക്ക് മതിക്കാൻ കഴിയും. അവൾ കൊടുത്തൊരു ഷില്ലിങ്ങിന്റെ വില ഇല്ല. ദാറ്റ് ഈസ് വൈ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. വേറെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വികാരം ഇല്ലാത്തൊരു മീനിങ് ഉണ്ടല്ലോ. ഇതൊരു വികാരം മീനിങ് പറഞ്ഞു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? വേറൊരു മീനിങ് എന്താ? പൂ വാങ്ങാനുള്ള പൈസ കൊടുക്കും. അത്ര അങ്ങനെ മനസ്സിലാക്കാറില്ലേ? മനസ്സിലായി? ഒന്നാം നിലക്ക്. രണ്ടാമത് ഈ പൂവിന്റെ വില എന്നുള്ളത് കാര്യമാണ് അല്ലേ? അവിടെ വേറെ മീനിങ് കൂടെ പറഞ്ഞേ. മൂന്നാമത്തെ മീനിങ് കേട്ടോ. അങ്ങനെ എത്ര എന്താ കൊടുത്തത്? ഒരു ഷില്ലിംഗ് എന്തായാലും മുന്നിലേക്ക് വെച്ചു. മുത്തന്റെ മുന്നിലേക്ക് വെച്ചു. Please buy flowers with the shilling. ഈ ഷില്ലിംഗ് കൊണ്ട് ഫ്ലവേഴ്സ് വാങ്ങുക. When you go and lay them on my brother's grave for me. എന്ത് ചെയ്യാം? ബ്രദേഴ്സിന്റെ ഗ്രേവിൽ ലേ ചെയ്യും. ലേ ചെയ്യാന്ന് മനസ്സിലാണ്? മനസ്സിലായില്ലേ? എങ്ങനെ വെച്ചത് അല്ലേ? അതിനറിയാം. I will write. Then എന്തായിരുന്നു മാഗിയുടെ റിക്വസ്റ്റ് പറഞ്ഞ? പ്ലീസ് ബൈ ഫ്ലവേഴ്സ്. എന്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്? ഈ ഷില്ലിംഗ് കൊണ്ട് എന്ന് പറയുന്നില്ലേ? എന്തായിരിക്കും അങ്ങനെ രൂപ കൊടുത്ത് ഇതുകൊണ്ട് എന്നെ വാങ്ങണം പറഞ്ഞിട്ടുണ്ടാവുക? അതുകൊണ്ടായിരിക്കണം ബ്രദറിന് വേണ്ടി ഒന്നും ചെയ്യാൻ ബോഡി പോലും കാണാൻ ഇത്രയും ഇഷ്ടപ്പെട്ട എന്നെ സ്നേഹിക്കുന്നത് നിനക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പട്ടിണി കിടക്കുന്ന ഷില്ലിംഗ് കെട്ട് ഇതുകൊണ്ട് വാങ്ങണം എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? ഇത് ഇന്ത്യയിൽ ഫ്ലവർ കിട്ടാൻ വലിയ പഞ്ഞുണ്ടോ? ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് പഞ്ചാബിലെ അറിയാം, ഇങ്ങനെ ഒട്ടങ്ങളുടെ നഗരം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇത് മാത്രമല്ല, കാശുകാരനാണ് മിസ്റ്റർ ഗുപ്ത. അയാൾ ഈ കാശ് വാങ്ങിയോ വാങ്ങിയില്ലേ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സസ്പെൻസ് ഉണ്ടാക്കട്ടോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? In my emotion, I lowered my eyes. എങ്ങനെ ഞാൻ ആകെ ചെയ്തു ഇയാളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. തല കുഞ്ഞു പോയി. ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് ഈ കുട്ടി പറയുന്നു. മാത്രമല്ല ഇവള് തന്ന ഈ ഒരു ഷില്ലിങ്ങിന്റെ വാല്യൂ എത്രത്തോളമാണെന്ന് എനിക്ക് അറിയാം. The child had earned the shilling with so much joy. ഒരുപാട് വിയർപ്പൊഴുക്കിയതിന്റെ ഫലമായിട്ടാണ് ഈ ഷില്ലിംഗ് ആൻ കിട്ടിയിട്ടുണ്ടാവുക. കിട്ടിയിട്ടുണ്ടാവല്ലേ? ആകെ 3-4 ഷില്ലിംഗ് ആയി ആഴ്ചയിൽ കിട്ടുന്നത് അല്ലേ? അത് എടുത്തിട്ടാണ് ഒരുപാട് ഷില്ലിംഗ് എനിക്ക് ചെയ്യുന്നത്. തരുന്നു. ശ്രദ്ധിക്കാം. ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാവും. I felt like returning to her. ഞാനത് എന്ത് കരുതിയിരുന്നു? നീ തരണ്ട, ഞാൻ എടുത്തോളാം കാശ് എന്ന് പറയണം എന്ന് ഞാൻ ഒരുങ്ങിയതാ. കേട്ടോളെ. എക്സ്പ്ലെയിനിങ് ദാറ്റ്. എന്ത് പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കണം? എക്സ്പ്ലെയിൻ ചെയ്യണം. പറയും explaining that in our country flowers were great profusion. Great profusion means ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് നിങ്ങളുടെ നാട്ടിലുണ്ട്. മനസ്സിലാണോ? നമുക്ക് കാശ് കൊടുക്കാതെ തന്നെ കിട്ടും. നോ ഹാവ് ടു ബി പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ഐ റീകൺസിഡർ. പക്ഷെ അപ്പോഴാണ് ഞാൻ പുനരാലോചിച്ചത്. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തോ? പുനരാലോചിച്ചത്. എന്ത്? വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹർ ജോയ്? എന്തിന് ഞാൻ അവളുടെ സ്നേഹം കളയണം, തച്ചുടക്കണം? എന്തിന് അവളുടെ സ്നേഹത്തെ കാണാതെ പോകണം? സാക്രിഫൈസ് കുറിച്ച് അവളുടെ സാക്രിഫൈസ് അല്ലേ? എല്ലോ 10,000 രൂപ 1,000 രൂപ തരികയല്ല. ഇനി ഉത്തരവാദിത്തം അടുത്ത ശനിയാഴ്ച ചിലപ്പോൾ ഇത് കൊടുത്താൽ പ്രശ്നം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കുന്ന സാക്രിഫൈസ് പറയും. മനസ്സിലായോ? നമ്മുടെ ബ്രദറിന് വേണ്ടിയിട്ട് അവൾ 1 ഷില്ലിംഗ് എത്രയോ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യുന്നത്.
തരുന്നത്. അവളുടെ സ്നേഹത്തിന്റെ ടോക്കനാണ് ഇത്. ഈ മനുഷ്യനെ മനസ്സിലായോ? ആരോടുള്ള all this shilling could have given her, she was forgiving the love of her brother. എന്തിനോടുള്ള ഇമ്പോർട്ടന്റ് ആണ്. ആ ഏരിയൊക്കെ ഒന്നും മിസ് ചെയ്യുന്നുണ്ട്. All that the shilling could have given her, she was forgiving for the love of her brother. The joy of doing it was beyond all price. അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന, അവൾ ഇപ്പോൾ എനിക്ക് തന്ന സമയത്ത് ഞാൻ ഈശോയിലേക്ക് വാങ്ങിയിടുമ്പോൾ സന്തോഷം അല്ലേ? അളവറ്റതായിരിക്കില്ല അത്. കാരണം എന്റെ ബ്രദറിന് എന്തെങ്കിലും ചെയ്യാൻ എന്റെ സ്വന്തം അധ്വാനത്തിന് സാധിച്ചു എന്നുള്ളതും ഞാനത് വാങ്ങി ചെയ്യാൻ അറിയുന്നതും ആരെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കും. ഞാനത് റിസീവ് ചെയ്യുന്നതായിരിക്കും. എന്താടാ ആർക്ക് നല്ലത്? മാഗിയുടെ സന്തോഷം എന്ന് മനസ്സിലാക്കിയ ഞാൻ എന്ത് ചെയ്തു? പുനരാലോചിച്ചു. The joy of doing it was beyond all price. The grief in our heart will be easily lifted. മാത്രമല്ല ഇതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യും? കുറച്ച് പൊടിയൂലേ? ബ്രദറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പൂ വാങ്ങാനുള്ള കാശ് എന്റെ വക ഞാന് ഡെഡ് ബോഡിയിൽ അല്ലെങ്കിൽ ഗ്രേവിൽ വെക്കാനല്ലെങ്കിലും എന്റെ വക കൊടുത്തു. The grief in her heart will be easily lifted. അതുകൊണ്ട് ഒരു ഇഞ്ച് അവളുടെ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ, അവരുടെ സങ്കടം കുറയുകയാണെങ്കിൽ അതിന്റെ പേരിൽ ഞാന് സന്തോഷിച്ചോട്ടെ അവളത്. What would we do? I deprive her of it. I picked up the shilling. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ shilling ഞാൻ pick up ചെയ്തു. ആ shilling ഞാൻ എന്ത് ചെയ്തു? എടുത്തു. shilling ഞാൻ Maggie, I said, I shall use the shilling to buy flowers and put them on your feathers. ഈ കാശ് ഉപയോഗിച്ച് തന്നെ, ഈ ഷില്ലിംഗ് ഉപയോഗിച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യും? അവരെ വാങ്ങുകയും അതിന്റെ മാഗി എന്ത് ചെയ്തു? ഇതെവിടെയാ സംഭവം നടക്കുന്നത്? How can I think of you? She said. Now it is time for me to go to work. Goodbye. Remember to write. അങ്ങനെ ആര് പറയാണ്? നമുക്ക് സമയമായി, ജോലിക്ക് പോകുന്ന ടൈമായി. അതുകൊണ്ട് ഗുഡ്ബൈ എഴുതാൻ മറക്കരുത്. എഴുതാൻ ഇത് നിർബന്ധമായിട്ട് എഴുതും. ആരെഴുതും? ആ കത്ത് എഴുതാൻ നിങ്ങളോടാണ് പറയുന്നത്. മനസ്സിലാണോ? ഇതന്നെ എഴുതാൻ വെക്കാറുള്ളത്. So I got up and took her hand in mine. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവളുടെ കൈ എന്റെ കയ്യിലേക്ക് ഞാൻ വെച്ചു. I got up and took her hand in mine. Goodbye, Maggie. God bless you. ഒരു മൂന്നാമത്തെ വിശുദ്ധത്തിന് ശേഷം ഇവന്റിലെ ഒരു വലിയ ഇവന്റ് തന്നെ, വലിയ എക്സ്പീരിയൻസ് ആണ് ആർക്കുണ്ടായിട്ടുള്ളത്? മാഗിക്ക് കൂടുതൽ അല്ലേ? I said and pressed her hand to my lips. I said and pressed her hand to my lips. Maggie left. അങ്ങനെ മാഗി പോന്നു. I wiped a tear. ഒന്ന് രണ്ട് കണ്ണുനീർ തുള്ളികൾ എനിക്ക് പറ്റി. ഞാനത് my eyes and went upstairs to take my bags. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? I went upstairs. എന്തിനെ? പോവാൻ നടന്ന് മേലോട്ട് കയറി പോവുക. ഗറാജ് പോവുക. എങ്ങോട്ടാണ് പോകുന്നത്? കപ്പലിൽ പോവുക. മേലോട്ട് കയറിയിട്ടില്ല. ഞാനത് പറഞ്ഞാണ്. അതാ പറയും, ശ്രദ്ധിക്കുന്നില്ല. I went to upstairs. ആരാ പറയുന്നത്? ഗുപ്ത പറയാണ്. പറയടാ. To pack my bags. നിങ്ങൾ ഇല്ലാത്ത കേസ് പറയണം. ഇതിലെല്ലാം പറയട്ടോ. മനസ്സിലാണ്? അപ്പൊ അവസാനിച്ച് നോക്കുന്നത്, അവസാനിച്ച് തുടങ്ങിയ 26 To pack my bags. ഇതോടുകൂടി ഈ ഒരു വലിയ ടോപ്പിക്ക് നമ്മൾ 6 രീതിയിലാണ് തീർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒറ്റ സിറ്റിങ്ങില് എല്ലാവർക്കും അപ്പൊ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ആവേണ്ടി അല്ലേ? അപ്പൊ ഞാന് റിലാക്സ് ചെയ്യുമ്പോൾ പോലെ ഇവിടെ ഇരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?